ഉറക്കെ വിളിച്ച് രക്ഷക എന്ന് ഉറക്കെ വിളിക്കാമോ? രക്ഷക, രക്ഷക. നിർത്തലേ, നിർത്തലേ. ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ആ പേര് നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന നിമിഷം The Holy Spirit is passing now. എല്ലാ ശരീരങ്ങളിലും അവന്റെ മഹത്വം ഉറങ്ങുന്നു. നിർത്താതെ ആ നാമത്തെ വിളിക്കാമോ? നിർത്താതെ ആ നാമത്തെ വിളിക്കാമോ? യേശുവേ, പൈശാചിക ശക്തികളെല്ലാം യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങുകയാ. ബന്ധനങ്ങളെല്ലാം പൊട്ടി മാറുകയാ. ശക്തിയോടെ കൈകളടിച്ച് ഇടിനാദം പോലെ ആ നാമത്തെ ഉച്ചരിക്കുമ്പോ പട്ടണത്തിൽ ഒരു വിടുതൽ, വ്യക്തികളിൽ വിടുതൽ, കുടുംബങ്ങളിൽ വിടുതൽ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, Holy, 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 Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, Holy, 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 Holy. Oh, you are holy, 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 holy. Rabba hasakata rabba hatara mahasakata rabba. Fire, 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 fire. Holy, 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 holy. എല്ലാം മറക്കുക, എല്ലാം മറക്കുക. അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ. Holy, 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 holy. സകല ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ പൊട്ടിപ്പോട്ടെ. എല്ലാ ഭൂതഗണങ്ങളും യേശുവിന്റെ നാമത്തിൽ വെളിയിൽ പോട്ടെ. ജനങ്ങൾ സ്വതന്ത്രമാകട്ടെ, കൈകൾ സ്വതന്ത്രമാകട്ടെ, വിരലുകൾ സ്വതന്ത്രമാകട്ടെ, കാലുകൾ സ്വതന്ത്രമാകട്ടെ, ശരീരം മുഴുവൻ സ്വതന്ത്രമാകട്ടെ, നാവുകൾ സ്വതന്ത്രമാകട്ടെ, കണ്ണുകൾ സ്വതന്ത്രമാകട്ടെ, കാതുകൾ സ്വതന്ത്രമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഫയർ, ഫയർ, ഫയർ. സ്വതന്ത്രമാകട്ടെ. എത്രത്തോളം ശക്തിയുണ്ട് അത്രയും ശക്തി കരങ്ങളെ വലിച്ചടിച്ച് ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കാം, ആരാധിക്കാം, ആരാധിക്കാം. കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ, വ്യക്തികൾ വിടുതൽ പ്രാപിക്കട്ടെ. അത്ഭുതകരമായ ദൈവത്തിന്റെ ശക്തി ശരീരങ്ങളിൽ ഇറങ്ങുന്നു. സകല മന്ത്രവാദ ശക്തികൾ, ക്ഷുദ്രപ്രയോഗങ്ങളുടെ ശക്തികൾ, എതിർക്രിയകൾ, ദുർഭൂതഗണങ്ങൾ, ബന്ധനങ്ങൾ, അശുദ്ധാത്മാക്കൾ, അതിൻ്റെ വിക്രിയകൾ, പൊണോഗ്രഫി, യേശുവിന്റെ നാമത്തിൽ അശ്ലീലങ്ങൾ, സകലവും യേശുവിന്റെ നാമത്തിൽ കത്തട്ടെ, കത്തിച്ചാമ്പലാകട്ടെ, 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 കത്തിച്ചാമ്പലാകട്ടെ. ഫയർ, ഫയർ, കത്തിച്ചാമ്പലാകട്ടെ. മനുഷ്യ മാംസത്തിന്റെ മേൽ അഗ്നി ഇറങ്ങട്ടെ, പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങട്ടെ. Holy fire, holy fire, holy fire, holy fire.
ഈ അന്തരീക്ഷം തുറക്കുകയാ, അന്തരീക്ഷം തുറക്കുകയാ. കോട്ടയം പട്ടണത്തിന്റെ മേലൊരു അന്തരീക്ഷം തുറക്കുകയാ, സ്വർഗീയ അന്തരീക്ഷം തുറക്കുകയാ. അടഞ്ഞുപോയതെല്ലാം യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ, 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 തുറക്കട്ടെ. ഓപ്പൺ, 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 ഓപ്പൺ ഹെവൻ, ഓപ്പൺ ഹെവൻ, ഓപ്പൺ ഹെവൻ. പോർട്ടലുകൾ തുറക്കട്ടെ, പോർട്ടലുകൾ തുറക്കട്ടെ, പോർട്ടലുകൾ തുറക്കട്ടെ. ഒരു നിമിഷം കണ്ണുകൾ തുറന്ന് എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. എന്നോട് പരിശുദ്ധാത്മാവ് ആരാധനയുടെ നടുവിൽ പറയുന്ന കാര്യങ്ങൾ ദയവായി ശ്രദ്ധിക്കുക. ഇന്ന് ഈ ഓഡിറ്റോറിയത്തിനകത്ത് വരികയും ദൈവമുഖത്തേക്ക് നോക്കുകയും ചെയ്യുന്ന എല്ലാവരുടെ മുഖം പ്രകാശിക്കും. ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു, നീ നാണം കെടുകയില്ല, നീ ലജ്ജിച്ചു പോകയില്ല. എന്റെ ജനം ലജ്ജിച്ചു പോകാൻ ഞാൻ സമ്മതിക്കുകയില്ല. പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഒരിക്കലും ലജ്ജിച്ചു പോകാം. നാട്ടുകാരുടെ മുമ്പിൽ, വീട്ടുകാരുടെ മുമ്പിൽ, പല കൂട്ടങ്ങളുടെയും സമുദായങ്ങളുടെയും മുമ്പിൽ ഒരിക്കലും ലജ്ജിച്ചു പോകാൻ ദൈവം ഈറ്റ വരുത്തുകയില്ല. നീതിമാനെ കുറിക്കൊള്ളുക, അവന്റെ ഗതി മുകളിലേക്കാകുന്നു. ചിറകടിച്ച് കയറുന്നൊരു വർഷത്തിൽ പരിശുദ്ധാത്മാവ് നിന്നെ കയറ്റിയെങ്കിൽ ആർക്കും വലിച്ചിടുവാൻ കഴിയാതെ ചിറകടിച്ചടിച്ചടിച്ചടിച്ച് കയറുന്ന ഒരു വർഷത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുക. മാസങ്ങൾ, വർഷങ്ങൾ അവനെ കാത്തിരുന്നവനോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, ഇത് ചിറകടിച്ച് കയറുന്ന വർഷമാണ്. വാ തുറന്ന് പരിശുദ്ധാത്മാവിൽ സംസാരിക്കുക. എല്ലാവരും വാ തുറക്ക, വാ തുറക്ക, വാ തുറക്ക. എല്ലാ വായും തുറക്ക, 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 വാ തുറക്ക, വാ തുറക്ക. പുതിയ ഭാഷകൾ വരുന്നു. നിന്റെ നാവിൽ ചില പുതിയ ഭാഷകൾ അവൻ തരികയാണ്. Receive, receive, receive now. Receive now. നാവിൽ തീ, നാവിൽ തീ, നാവിൽ തീ. നിന്റെ നാവിൽ തീ, തീനാവ്, 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 തീനാവ്. നാവ്, നാവ്, നാവ് ചലിപ്പിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാ നാവും ഒരിക്കലും അണയാത്തൊരു തീയ നിന്റെ നാവിന്മേൽ കർത്താവ് തരികയാണ്. രണ്ടാമത് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി എനിക്ക് തന്നൊരു ബോധ്യം ഇതാണ്. ഈ കോട്ടയം പട്ടണത്തിൽ ഒരിക്കൽ തുറന്നതും
എന്നാൽ ഏതൊക്കെയോ നിലയിൽ അടഞ്ഞു പോയതുമായ ഒരു സ്വർഗീയ അന്തരീക്ഷം ഇന്ന് കർത്താവ് തുറക്കുകയാണ്. കുടുംബങ്ങളുടെ മേൽ, വ്യക്തികളുടെ മേൽ, ശുശ്രൂഷകളുടെ മേൽ തുറന്നുവ. കുടുംബങ്ങളുടെ മേൽ തുറക്കുക. അടഞ്ഞുപോയ ശുശ്രൂഷകൾ, കൂട്ടങ്ങൾ, കൂട്ടായ്മകൾ, സഭകൾ യേശുവിന്റെ നാമത്തിൽ ഈ പട്ടണത്തിന്റെ മേൽ വീണ്ടും തുറന്നു വരുന്നു. മറ്റൊരു ഉണർവിന്റെ തരംഗം, അടുത്തൊരു ഉണർവിന്റെ വേവ് ഈ കോട്ടയം പട്ടണത്തിന്റെ മേൽ കർത്താവ് തുറക്കുകയാ. വായിലുള്ളത്രയും ശബ്ദത്തിൽ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് സഭകളോട് പറയുന്നു, കൂട്ടമായ സ്നാനങ്ങൾക്ക് വേണ്ടി തയ്യാറാകുക. സ്വാഗതം ചെയ്യാമോ? കൂട്ടമായ സ്നാനങ്ങൾ, ശിഷ്യത്വത്തിലേക്ക് ജനങ്ങൾ വരിക. ഉൾഗ്രാമങ്ങളിൽ നിന്ന് പോലും, പട്ടണങ്ങൾ മുതൽ ഉൾഗ്രാമങ്ങൾ വരെയുള്ളവർ ദൈവത്തിന് വേണ്ടി വേർതിരിയുന്നൊരു സമയം വരിക. ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് വേർതിരിയുന്നൊരു സമയം വരികയാണ്. അടിമാലി ശ്രദ്ധിക്കുക, റിസീവ്. രാജാക്കാട് ശ്രദ്ധിക്കുക, റിസീവ്. കട്ടപ്പന ശ്രദ്ധിക്കുക, റിസീവ്. കറുകച്ചാൽ ശ്രദ്ധിക്കുക, റിസീവ്. മുണ്ടക്കയം ശ്രദ്ധിക്കുക, റിസീവ്. എല്ലാ സഭകളും come on. അടഞ്ഞുപോയതെല്ലാം തുറന്നു വരട്ടെ. ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടിയതുപോലെ മൂടിപ്പോയ ഉറവുകൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ഇത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട, പ്രത്യേകിച്ച് ദൈവമുണ്ടാക്കിയ ഒരു ദിവസമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കൈ ഉയർത്തിയാണെങ്കിൽ ശരിക്കും ഉയർത്തിപ്പിടിച്ചു. ഇന്ന് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു വലിയ അനുഗ്രഹം, ഒരു വിടുതൽ, ഒരു ഉണർവ്, ഒരു അഗ്നി കർത്താവ് കത്തിക്കും എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കോട്ടയം ബ്ലെസ്സിങ് സെൻറ്ററിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കൈ ഉയർത്തി ഒന്ന് ഹല്ലേലൂയ പറയാമോ? ഉറക്കെ ഹല്ലേലൂയ. അടിമാലിയിൽ നിന്ന് വന്നിട്ടുള്ള ഉറക്കെ ഹല്ലേലൂയ. രാജാക്കാട് ഉറക്കെ ഹല്ലേലൂയ. കട്ടപ്പന ഉറക്കെ ഹല്ലേലൂയ. മുണ്ടക്കയം ഹല്ലേലൂയ. ഇതിലൊന്നും പെടാതെ വന്നിരിക്കുന്നവർ ഹല്ലേലൂയ. ആമേൻ. എല്ലാവരും ചേർന്ന് പറയാം, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, എനിക്കായി ഉണ്ടാക്കിയ ദിവസം. ഇന്ന് ഞാൻ സന്തോഷിച്ച് ആനന്ദിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കും. ഒരു വലിയ ഷിഫ്റ്റ് ഓരോ വ്യക്തികളിലും കർത്താവ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വലിയ ചേഞ്ച് ഇന്ന് കർത്താവ് കൊണ്ടുവരാൻ പോവുക. ഞാൻ ആത്മാവിൽ ആരാധിച്ചപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നും ഞാൻ കർത്താവിൻ്റെ സ്ഥലത്തിലിരുന്ന് വീട് വിട്ടു പോയില്ല, പ്രാർത്ഥനയിലായിരുന്നു. കർത്താവ് ചില കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ പറഞ്ഞു, അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും. എന്നാൽ ചില മിനിറ്റുകൾക്ക് മുമ്പ് കർത്താവ് പറഞ്ഞു, ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ഈ മുഖം ലജ്ജിക്കാൻ കർത്താവ് സമ്മതിക്കുകയില്ല. എൻ്റെ ജനം ഒരിക്കലും ലജ്ജിക്കുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. വളരെ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കുന്ന രീതിയിലേക്ക് ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകാൻ പോവുകയാണ്. ദൈവജനം ലജ്ജിക്കുവാൻ അവൻ സമ്മതിക്കില്ല. അവൻ ഉത്തരവാദിയാണ്. വിളിച്ച ദൈവം ഉത്തരവാദിയാണ്. ഹല്ലേലൂയ.
അതുപോലെ എന്തൊക്കെയോ കാര്യങ്ങളുടെ തിരിച്ചുവരവും മടങ്ങിവരവും ഇന്ന് കർത്താവ് നൽകാൻ പോവുകയാണ്. വിദ്യാഭ്യാസം നിലച്ചുപോയ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, ഒരു കോഴ്സ് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മ പറയുന്ന ഒരു റീസ്റ്റാർട്ട് കർത്താവ് തരാൻ പോവുക. എവിടെ അവസാനിപ്പിച്ച് അവിടെ നിന്ന് തുടങ്ങാൻ കർത്താവ് സഹായിക്കും. വീട് പണി ഇടയ്ക്ക് വെച്ച് നിലച്ചുപോയ ആരെങ്കിലും ഇതിനകത്തിരിപ്പുണ്ടോ? വീട് പണിയും കുറേ പണിയായി പക്ഷെ പൂർത്തിയാക്കാൻ പറ്റും, അങ്ങനെയുള്ളവരുണ്ടോ? അങ്ങനെയുള്ളവരോട് പരിശുദ്ധാത്മ പറയുന്നു, പൂർത്തിയാക്കുന്നൊരു ദൈവം ഇന്ന് നിനക്ക് വേണ്ടി ആക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. കർത്താവ് വലിയ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യാൻ പോവുകയാണ്. എന്തൊക്കെയോ മൂവ് ചെയ്യാൻ പോവുക. നിലച്ചു പോയതിനെ വീണ്ടും പുഷ് ചെയ്ത് കർത്താവ് മുന്നിലേക്ക് കൊണ്ടുപോകും. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഒരു കാലത്ത് നല്ല ശുശ്രൂഷ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ പഴയതുപോലെ ഒരു ശുശ്രൂഷ വരുന്നില്ല, ആത്മാക്കളെ നേടാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവരൊന്ന് കൈ ഉയർത്താമോ? നിങ്ങളോട് ശക്തമായി പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. ഇത് നേരത്തെ പ്ലാനിലില്ലായിരുന്നു. ഇയർ പ്ലാനറിൽ ഈ ഒരു മീറ്റിംഗ് ഇല്ലായിരുന്നു. എന്തായാലും ഇടയ്ക്ക് വെച്ച് പരിശുദ്ധാത്മ 5 സൺഡേ വരികയാണെങ്കിൽ പുറത്തോട്ട് പോകാൻ പറയും. അങ്ങനെയാണ് ഇവിടെ ആദ്യം വന്നത്. ഇവിടെയാണ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മ നിയോഗത്തിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, എന്തിൻ്റെയൊക്കെയോ പുറപ്പാടിലാണ് പരിശുദ്ധാത്മാവ്. എന്തൊക്കെയോ കാര്യങ്ങളുടെ പുറപ്പാട് ഇവിടെ നടക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ ഉയർത്തി ചില നിമിഷങ്ങൾ എന്തിലാണോ ജീവിതം കുരുങ്ങിയിരിക്കുന്നത്, ഭാരപ്പെട്ടിരിക്കുന്നത്, ആ വിഷയത്തിന് വേണ്ടി 2 കൈകളും ഉയർത്തി കണ്ണുകൾ അടച്ച് അടുത്ത 2-3 മിനിറ്റ് ശക്തമായി ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങാമോ? എല്ലാവരും പ്രാർത്ഥിച്ചു. ഒരുപക്ഷെ വർഷങ്ങളായി ഉത്തരം കിട്ടാത്തൊരു വിഷയമായിരിക്കാം. പക്ഷെ ഇന്ന് കർത്താവ് നിൻ്റെ കണ്ണുനീർ തുടക്കുക. നിൻ്റെ ആ ഹൃദയമിടിപ്പ് കണ്ട്, ആ വേദന കണ്ട്, ഉറങ്ങാത്ത രാത്രികൾ ഒക്കെ കണ്ട് കർത്താവ് വലിയൊരു വിടുതൽ നൽകാൻ ആഗ്രഹിക്കുന്നു. ആര് കണ്ടു? ഇന്നായിരിക്കും ആ കൈറോസ് ടൈം. എല്ലാവരും പ്രാർത്ഥിക്കുക. അല്പം കൂടി വാ തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങാം. യേശു എന്നൊക്കെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങാം. ഒരു വലിയ വിശ്വാസം കഴിഞ്ഞ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി ശക്തമായി ആത്മമണ്ഡലത്തിൽ ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ചില കാര്യങ്ങൾ തുറന്നിരിക്കുകയാണ്. കർത്താവ് ചില ക്രിയകൾ ചെയ്തിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് പറഞ്ഞു, കഴിഞ്ഞ 30 വർഷമായി സാധിക്കാത്തത് 3 മിനിറ്റ് കൊണ്ട് കർത്താവ് ചെയ്യുവാൻ ശക്തനാണ്. 38 വർഷം രോഗിയായി കിടന്നവനെ 1 മിനിറ്റ് കൊണ്ട് പൊക്കി കിടക്കി എടുത്തുകൊണ്ട് ചുമന്നുകൊണ്ട് വീട്ടിൽ പോകാൻ ഇടയാക്കിയ അതേ ദൈവത്തിൻ്റെ പ്രവൃത്തി ചില വ്യക്തികളിൽ ഇപ്പോൾ വെളിപ്പെടുകയാണ്. ചില വ്യക്തികളിൽ 38 വയസ്സ് പ്രായമുള്ള ആരെങ്കിലും ഇതിനകത്തിരിപ്പുണ്ടോ? 38 വയസ്സുള്ള ആരെങ്കിലും ഇതിനകത്തിരിപ്പുണ്ടോ? ഇപ്പോൾ 38 എന്നൊക്കെ വേറെ ആരെങ്കിലും ഉണ്ടോ? 38 ഇപ്പോൾ 38 പോകുന്ന 1, 2, 3, 4 പേരെ ഞാൻ കാണുന്നു. 4-5 പേരെ ഞാൻ കാണുന്നു. ലൈഫ് നടക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് എല്ലാവരും പ്രാർത്ഥിച്ചു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇവരുടെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ. റേച്ചലിന്റെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. എഴുന്നേറ്റ് നിൽക്കുന്ന ഓരോ സഹോദരിമാരുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. പ്രാർത്ഥിച്ചോ, തുടർന്നും പ്രാർത്ഥിച്ചോ. എന്തോ വലിയ ബ്രേക്ക് ത്രൂസ് കർത്താവ് കുടുംബങ്ങൾ ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നു. ചെറിയ പരിപാടിയല്ല, വലിയ ബ്രേക്ക് ത്രൂസ് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് എല്ലാവരും പ്രാർത്ഥിക്കാം. ഇൻ ജീസസ് നെയിം പ്രാർത്ഥിച്ചു. എത്ര പേർ വിശ്വസിക്കുന്നു യേശു ഇന്നും ജീവിക്കുന്നു? യേശു ഇന്നും പ്രവർത്തിക്കുന്നു? യേശു ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നമ്മളെല്ലാം അവൻ്റെ സാക്ഷികളാണ്. ഭൂലോകത്തിൽ മൊത്തം പോയി നാം അവൻ്റെ സാക്ഷികളാകുന്ന വചനം. അടുത്ത ചില മിനിറ്റുകൾ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ വേർതിരിക്കുകയാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ്
ഇന്നത്തെ ഈ ഫാമിലി സൺഡേക്ക് വേണ്ടി അധ്വാനിച്ച എല്ലാവരോടും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ബ്രൂസ് ബ്രദർ, റാണി സിസ്റ്റർ, ഷാജി ബ്രദർ, ഇവിടെയുള്ള എല്ലാ കോട്ടയം സിറ്റി ചർച്ചിലെ എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അപ്പോൾ തന്നെ ദൂരെ നിന്ന് ഞാൻ അതിൻ്റെ ഫോട്ടോയൊക്കെ കണ്ടു. രാവിലെ ഇറങ്ങി വണ്ടി ഓടിച്ച് ഇവിടെ വരെ വന്ന അടിമാലിയിൽ നിന്ന്, രാജാക്കാട് നിന്ന്, കട്ടപ്പനയിൽ നിന്ന്, കറുകച്ചാലിൽ നിന്ന്, മുണ്ടക്കയത്തു നിന്നൊക്കെ വന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യേശു ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ നിന്നും മറ്റൊരു ഗ്രാമത്തിലേക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ സാധാരണ കണ്ടുവന്നിരുന്നൊരു പ്രതിഭാസം, ഒരു വലിയ കൂട്ടം ജനവും പുറകെ പോകുമായിരുന്നു. അങ്ങനെ ബൈബിളിലുണ്ട്. ഓരോ ഗ്രാമങ്ങളിലും അവരിങ്ങനെ സഞ്ചരിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ ആദ്യം മുതൽ വായിക്കുമ്പോൾ, ഇപ്പോഴെടുക്കണ്ട, ഞാൻ പറഞ്ഞെന്നുള്ളൂ, കുറിച്ച് വെച്ചാൽ മതി, പിന്നീട് വായിക്കാം. അങ്ങനെ സ്ത്രീകളും ഒക്കെ ഒത്തിരി പേരങ്ങനെ സഞ്ചരിക്കുന്നത് അവിടെ എഴുതിയിട്ടുണ്ട്. പലപ്പോഴും അത് ചില സമയത്ത് ആയിരക്കണക്കിന് പേർ ഒരു ഗ്രാമത്തിൽ നിന്നും മറ്റൊരു ഗ്രാമത്തിലേക്ക് മീറ്റിങ്ങിന് വേണ്ടി പോകുമായിരുന്നു. ചിലർ 2-3 ദിവസങ്ങൾ ആ ഗ്രാമത്തിൽ തന്നെ പാർത്ത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് അത്ഭുതങ്ങൾ കണ്ട് സാക്ഷ്യങ്ങൾ കേട്ട് ഒക്കെയാണ് തിരികെ പോയിക്കൊണ്ടിരുന്നത്. കോട്ടയം ബ്ലെസ്സിങ് ടുഡേ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ രാത്രിയും പകലും ഇതിൻ്റെ പരസ്യങ്ങൾക്ക് വേണ്ടിയും ഒക്കെ പ്രസ് ക്ലബിലും അല്ല ഫ്ലക്സ് വയ്ക്കാനും നോട്ടീസ് കൊടുക്കാനും ഒക്കെ ഒത്തിരി പ്രാർത്ഥിച്ചു. അതിൻ്റെ എല്ലാം റിസൾട്ട് വരും കാലങ്ങളിൽ കർത്താവ് തരാൻ പോവുക. ഹല്ലേലൂയ. കൊയർ ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് ബ്യൂട്ടിഫുൾ. എയർ ഹോസ്റ്റസ്മാരെ പോലെ ഉണ്ടല്ലേ, കൊള്ളാം. ഇതിൽ ചിലർക്ക് അങ്ങനെ ആവട്ടെ. ഇതിൻ്റെ പുറയിൽ പ്രവർത്തിച്ച് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കൊച്ചിൻ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് വന്ന് എത്ര പേരുണ്ടോ എന്ന് കാണട്ടെ. ഇതായിരിക്കുന്നു. രാജീവ് ബ്രദർ ഒത്തിരി സ്ഥലങ്ങളിൽ വരുമായിരുന്നു. സജിത് ബ്രദറിന് ഒരമ്മയേ ഉള്ളൂ, അതിവിടെ വന്നിരിപ്പുണ്ട്. ഗീത ആൻറ്റി ഇവിടെ വന്നിരിപ്പുണ്ട്. സിസ്റ്റർ സംഗീത, ശീതൽ വന്നിരിക്കുന്നു. അംബ്രോസ് ബ്രദറിൻ്റെ, ഞാനിപ്പോഴേ കാണും, ശീതൽ ഇവിടെ ഉണ്ട്. ഷമാസിൻ്റെ മമ്മി ഇവിടെ ഇരിപ്പുണ്ട്. ഒന്ന് എഴുന്നേറ്റേ മമ്മി, ഒന്ന് കാണട്ടെ, ഒന്ന് എഴുന്നേറ്റേ. ഷമാസിസ്റ്റൊക്കെ ആകെ ഒരമ്മയേ ഉള്ളൂ. ബേബി വർഗീസ് എന്നാണ് പേര്. ജീവിതകാലത്ത് ഒത്തിരി ദൈവത്തിന് വേണ്ടി അധ്വാനിച്ചവളാണ്. ഞങ്ങളൊക്കെ അതിൻ്റെ അനുഗ്രഹമാണ് ഇപ്പോൾ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. കയ്യിലുള്ളതെല്ലാം കർത്താവിന് വേണ്ടി കൊടുത്തു. അതുകൂടാതെ പോസ്റ്റ് ഓഫീസിലുള്ളൊരു പ്രത്യേക വർക്കിൽ അനേക വർഷങ്ങളുണ്ടായിരുന്നു. ആദ്യം കൽക്കട്ടയിലായിരുന്നു പപ്പ ഉണ്ടായിരുന്ന സമയത്ത്. പക്ഷേ ഇപ്പോൾ പപ്പയില്ല. പപ്പ കർത്താവിൻ്റെ സന്നിധിയിലെത്തി. ജീവിതകാലം മുഴുവൻ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ ട്രാക്ട് കൊടുക്കാൻ ഇപ്പോഴും എവിടെ ചെന്നാലും സുവിശേഷത്തിന് വേണ്ടി ഓടി നടക്കുന്ന ഒരമ്മയാണ്. ഞങ്ങൾ മമ്മി എന്ന് വിളിക്കും. ലോകം മുഴുവൻ മമ്മിയാണ്. ഗോഡ് ബ്ലെസ് യു. പൊന്നമ്മാൻ്റെ ഇവിടെ വന്നിരിപ്പുണ്ട്. വേറെ പലരെയും ഞാനിവിടെ കാണുന്നത്. ഡോക്ടർ എലിസബത്ത് വന്നിട്ടുണ്ട്. ഒന്ന് കൈ ഉയർത്തിയെങ്കിലും കാണിക്കുക. അതായിരിക്കുന്നു. അവിടെ ഇപ്പോൾ ഫുൾ ടൈം ശുശ്രൂഷയിലാണ്. പല ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്തു. ഇപ്പോൾ മിക്കവാറും എല്ലാ ദിവസവും ദൈവവേലയ്ക്ക് വേണ്ടി നടക്കുകയാണ്. നമ്മുടെ ചർച്ചിലൊരു കൗൺസിലറാണ്. അതുപോലെ പിന്നെ ആരൊക്കെയാണ് ഉള്ളത് ഒന്ന് പറഞ്ഞേ. അവിടെ നിന്ന് വന്നിട്ടുള്ള റേച്ചലിനെ പിന്നെ കണ്ടു. റേച്ചൽ ഇവിടെ സ്റ്റേജിലും വന്നു. റേച്ചലിൻ്റെ വീട്ടിലാണ് ഇവരൊക്കെ താമസിച്ചത്. എവിടെ? ഉനീറ്റാൻ്റെ ഇവിടെ ഉണ്ട്. ഓ വോ വോ, ഉനീറ്റാൻ്റെ ഇതാ ഇരിക്കുന്നു. ഏറ്റവും പുറകിൽ റിയയെ ഞാൻ കണ്ടു. ഇവിടെ സൈഡിൽ റൂമിൽ വെച്ച് കണ്ടു. പലരും വേറെ ആരെങ്കിലും ഉണ്ടോ കൊച്ചിയിൽ നിന്ന് വന്നവർ? ഇതായിരിക്കുന്നു. ഇപ്പം താമസിക്കുന്ന എവിടെയാ? കുമരകോലല്ലോ, വൈക്കത്ത് നിന്ന് സിസ്റ്റർ വന്നിരിക്കുന്നു. വേറെ ആരെങ്കിലും ഉണ്ടോ? ദൂരം എന്നൊക്കെ വന്നത്? ഇതാ, ഓ ബാബുങ്ങൾ മോളിയാൻ്റെ ഇവിടെ. മോളിയാൻ്റെ എവിടെ? ബാബുങ്ങൾ മോളിയാൻ്റെ അപ്പുറത്ത് എവിടെയോ? ഏറ്റവും പുറകിലുണ്ട്. അനേക വർഷങ്ങളായാലും നമ്മുടെ ചർച്ചിലെ ശുശ്രൂഷകരാണ്, കൗൺസിലേഴ്സാണ്, സോണൽ മിനിസ്ട്രേഴ്സാണ്. അതുപോലെ വേറെ സണ്ണിയങ്ങളുണ്ട്. മൂവാറ്റുപുഴയല്ലേ? ഒന്ന് കൈ ഉയർത്തി, ഒന്ന് എഴുന്നേറ്റ് തന്നെ. മൂവാറ്റുപുഴയിലും സണ്ണിയങ്ങളും ഒരേ ഒരു ഭാര്യ, രണ്ടുപേരും. എവിടെ? ഓ മൈ ഗോഡ്, മത്തായി സാറ്, എൻ്റെ കർത്താവേ, നെടുമ്പാശ്ശേരിയിൽ നിന്ന് അവർ രണ്ടുപേരും
നമ്മുടെ അനേക വർഷങ്ങൾ നമ്മുടെ മീഡിയയിൽ വർക്ക് ചെയ്ത ആളാണ് ജെയ്മിയുടെ പാരൻസ് ഇവിടെ ഉണ്ട്. ആരെങ്കിലും വിട്ടുപോകണോ എന്നറിയില്ല. നമ്മളൊരു കുടുംബമായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പേര് പറയുന്നു, കുഴപ്പമില്ല. താങ്ക് യു സോ മച്ച്. ദിസ് ഈസ് വണ്ടർഫുൾ. ഇതാണ് ഫാമിലി. പറഞ്ഞേ, ഫാമിലി സൺഡേ. ഇതാണ് കുടുംബയോഗം. ബ്ലെസ്സിങ് ടുഡേയുടെ കുടുംബയോഗമാണിത്. ഹല്ലേലൂയ. ഇതേ ഹോളിൽ അനേക പ്രാവശ്യം ഞങ്ങൾ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഷാജി ബ്രദർ 25 വർഷത്തിന് മുമ്പ് എന്തൊക്കെ ഇവിടെ ചെയ്തെന്നൊക്കെ പറഞ്ഞു. എനിക്കെല്ലാം ഒന്നും മനസ്സിലായില്ല, പക്ഷേ എന്തോ ഭീകര കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് 25 വർഷത്തിന് മുമ്പ്. പിന്നെ ഈ എൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ഇതിന് ശേഷം ചോദിച്ച് മനസ്സിലാക്കണം. ഇവിടെ 2011 മുതൽ ഇങ്ങോട്ട് അനേക പ്രാവശ്യം നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പോഡ്കാസ്റ്റ് കണ്ട് എത്ര പേരുണ്ട്? ഒന്ന് കൈ ഉയർത്താം. കൈ ഒന്ന് വീശി കാണിക്കാം. താങ്ക് യു സോ മച്ച്. ഒത്തിരി പേര് കണ്ടു. ചിലർക്ക് അറിയില്ലായിരിക്കാം. സോഷ്യൽ മീഡിയ അംബാസഡേഴ്സ് ഇവിടെ കാണും അല്ലേ? ഇതിന് ശേഷം നിങ്ങൾ കൗണ്ടറിൽ എവിടെയെങ്കിലും കാണും സോഷ്യൽ മീഡിയ അംബാസഡേഴ്സ് ബ്ലെസ്സിങ് ടുഡേയുടെ. കൗണ്ടറിൽ ചെന്ന് ചോദിക്കുക. ബ്ലെസ്സിങ് ടുഡേ പണ്ട് കാലത്ത് സൂര്യ ടി വിയിലും പവർ വിഷനിലും ഹാർവെസ്റ്റിലും പല ചാനലുകളിലും ഉണ്ടായിരുന്നൊരു കാലമുണ്ട്. കൊറോണ കാലത്ത് വെച്ച് അതെല്ലാം ഇല്ലാതായി. അതിനുശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് പ്രധാനമായിട്ടുള്ളത്. ഒത്തിരി പേർക്ക് അത് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടരുത് എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുള്ളത് കൊണ്ട് ഇന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെല്ലാം ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതിനറിയാത്തവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ അംബാസഡേഴ്സ് പുറത്തുണ്ട്. നിങ്ങളുടെ മൊബൈൽ കൊണ്ടുവന്ന് അവരുടെ കയ്യിൽ കൊടുക്കുക, അവർ വേണ്ടതെല്ലാം ചെയ്തു തരും. എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മണിക്ക് പ്രത്യേകമായ വിഷയങ്ങളിൽ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പോഡ്കാസ്റ്റുകൾ ഇറങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ കിട്ടും. കഴിഞ്ഞ ആഴ്ചയിൽ അത്ഭുത രോഗശാന്തിയും ശാസ്ത്രവും എന്ന വിഷയമാണ് സംസാരിച്ചത്. ചാനലുകളിലൊക്കെ ഒത്തിരി ഡിബേറ്റ് നടത്തി ദൈവദാസന്മാരെ, ദൈവമക്കളെ ഒത്തിരി പരിഹസിക്കുന്നൊരു കാലമാണിത്. അത്ഭുത രോഗസൗഖ്യം തട്ടിപ്പാണ്, വ്യാജന്മാരാണ്. അതിൻ്റെ മറുപടി വചനത്തിൽ നിന്നും ശാസ്ത്രത്തിനെ അടിസ്ഥാനമാക്കി നൽകിയിട്ടുള്ള ഒരു 1.5 മണിക്കൂറിലധികമുള്ള ഒരു പോഡ്കാസ്റ്റാണ്. അതിൽ നെഹമായുണ്ട്, ക്ഷമയുണ്ട്, ഞാനുണ്ട്. അടുത്ത വെള്ളിയാഴ്ച ദുഃഖ വെള്ളിയാഴ്ചയാണ്. അന്ന് വൈകിട്ട് 7 മണിക്ക് അതിൻ്റെ 2ാം പാർട്ട് ഇറങ്ങാൻ പോവുക. അതിൽ ചോദ്യങ്ങൾക്ക് മറുപടി. ലോകം മുഴുവനും ചോദിച്ചൊരു ചോദ്യമാണ്, കൊറോണ കാലത്ത് രോഗശാന്തിക്കാർ എവിടെയായിരുന്നു? മറുപടി അതിൽ വരാൻ പോവുക. ഞാൻ മറുപടി പറയുന്നുണ്ട്. നിങ്ങളെ ആരെങ്കിലുമൊക്കെ പരിഹസിച്ചാൽ വാല് മുറിച്ചിട്ട് പോകാതിരിക്കണമെങ്കിൽ വചനത്തിൽ നിന്നും യുക്തിപൂർവമായി നല്ല മറുപടി കയ്യിലുണ്ടായിരിക്കണം. അതിനുവേണ്ടിയാണ് ഈ പോഡ്കാസ്റ്റുകൾ നമ്മൾ ഇറക്കുന്നത്. അതുകൊണ്ട് ആരും ഇത് മിസ്സാകരുത്. ഇന്ന് പോകുന്നതിന് മുമ്പ് കൗണ്ടറിൽ നിങ്ങൾ ചെല്ലണം. നിങ്ങൾക്ക് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരും. ഗുഡ് ഫ്രൈഡേക്ക് സർവീസ് ഉണ്ടോ? ഉണ്ട് ഇല്ലേ? എവിടെയാണോ ഒന്ന് പറയാമോ? അനൗൺസ് ചെയ്തായിരുന്നു. ഓക്കെ, ഗുഡ് ഫ്രൈഡേക്ക് ഇവിടെ ഉണ്ട്. കൊച്ചിയിലുള്ളവർ, അങ്ങോട്ട് വരേണ്ടവർക്ക് കൊച്ചിയിലേക്ക് വരാം. അടുത്ത വെള്ളിയാഴ്ച, അടുത്ത ശനിയാഴ്ച തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ വലിയ മീറ്റിംഗ് നടക്കുകയാണ്. ഷെൽഡൻ ബംഗേർ അവിടെയും 2 സ്ഥലത്തുണ്ടായിരിക്കും. അത് കൂടാതെ വളരെ പ്രത്യേകതയുള്ളൊരു ടീം കൂടെ നമ്മളോട് ജോയിൻ ചെയ്യുന്നുണ്ട്. അതാരാണെന്ന് ഇവിടെ അനൗൺസ് ചെയ്തില്ല, വന്ന് കാണുക. ഒത്തിരി പേര് എല്ലാ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുവാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. വചന ശുശ്രൂഷയിലേക്ക് കടക്കാൻ പോവുക. നെഞ്ചിൽ കൈവച്ച് എന്നോട് ചേർന്ന് പറയാം, യേശുവേ, സൗണ്ട് പോരാ, ഉറക്കെ വിളിച്ചു, യേശുവേ, എൻ്റെ ഹൃദയത്തോട് അങ്ങ് സംസാരിക്കണമേ. ആമേൻ. യേശു ജെറുസലേമിലേക്ക് രാജാവായി പ്രവേശിച്ച ഒരു ദിവസം ലോകം മുഴുവൻ പാം സൺഡേ അല്ലെങ്കിൽ ഓശാന ഞായർ എന്ന പേരിൽ പല സഭകളിലും ക്രൈസ്തവ ലോകം മൊത്തം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. അതോട് ചേർന്നുള്ള വചനഭാഗമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. വചന ശുശ്രൂഷ സമയത്ത് എൻ്റെ ഒരു റിക്വസ്റ്റാണ്, എല്ലാവരും ദയവായി ഇരിക്കുക. ശുശ്രൂഷകർ, വോളണ്ടിയേഴ്സ് എല്ലാവരും ഒരു സ്ഥലത്തിരിക്കുകയും
നിങ്ങൾ ബൈബിളുകൾ പുറത്തെടുക്കുക. ചിലപ്പോൾ മൊബൈലിലായിരിക്കും. മൊബൈലാണെങ്കിൽ എയർപ്ലെയിൻ മോഡിലിടുക. വാട്സപ്പ് നോക്കരുത്. ഇന്ന് പ്രധാന കാര്യങ്ങൾ കുറിച്ച് വയ്ക്കണം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് വെക്കണം. രാജകുടുംബത്തിൽ ഒരു ശിശു ജനിച്ചാൽ നമ്മൾ എന്ത് വിളിക്കും? രാജകുമാരൻ. പറ, ഇംഗ്ലീഷിൽ എന്ത് വിളിക്കും? പ്രിൻസ്. എല്ലാ രാജകുടുംബങ്ങളിലും ഒരു കുഞ്ഞ് ജനിച്ചാൽ രാജകുമാരൻ ജനിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ യേശു മാത്രം ജനിച്ചത് രാജാവായിട്ടാണ്, രാജകുമാരനായിട്ടല്ല. Jesus is the only person who was born as a king, not a prince. അത് കേട്ട് മനസ്സിലായവർ ഒരു വലിയ ഹല്ലേലൂയ പറയാം. യേശുവിനെ പ്രിൻസ് ഓഫ് പീസ് എന്ന് വിളിക്കാറുണ്ട്, സമാധാന പ്രഭു. എന്നാൽ യേശു ജനിച്ചത് രാജാവായിട്ടാണ്. കിഴക്ക് നിന്ന് ജ്ഞാനികൾ വന്നപ്പോൾ യഹൂദന്മാരുടെ രാജകുമാരൻ എവിടെയാണ് ജനിച്ചതെന്നല്ല അവർ ചോദിച്ചത്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഈസ് ദ ബോൺ കിങ്. അങ്ങനെ ചരിത്രത്തിൽ രണ്ടാമതൊരാളില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. അഭിമാനമുള്ളവർ കൈയടിച്ച് ഈ രാജാതിരാജാവിന് നന്ദി പറയാം. യേശു മരിച്ചപ്പോഴും രാജാവായിട്ടാണ് മരിച്ചത്. തെളിവ് ക്രൂശിൽ INRI. സാധാരണ പള്ളികളിലൊക്കെയുള്ള ക്രൂശിൽ INRI എന്ന് എഴുതിയിട്ടുണ്ട്. INRI എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഫുൾ ഫോം? ജേസൂസ് നസ്രേനൂസ് റെക്സ് ജുഡേറം എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് INRI. ചിലർ അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ INRI എഴുതിയിട്ട് ഇൻട്രി അപ്പം എന്ന് വിളിക്കും. ഇൻട്രി ഒന്നും അല്ലത്, നാണക്കേട് അങ്ങനെ പറയല്ലേ. ഇൻട്രി അപ്പം എന്ന് പറയുന്നത് INRI കൂട്ടിച്ചേർത്ത് വായിച്ചിട്ടുണ്ടാക്കുന്നതാണ്. അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ജേസൂസ് നസ്രേനൂസ് റെക്സ് ജുഡേറം. യേശു യഹൂദന്മാരുടെ രാജാവ് എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാവരും ഒന്ന് പറഞ്ഞേ. പക്ഷെ മാമൻ മാപ്പിള ഹോളിൽ ഇന്ന് ഞാൻ പ്രഖ്യാപിക്കുന്ന യേശു യഹൂദന്മാരുടെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും രാജാവാണ്. അവിടെ അവസാനിക്കുന്നില്ല, എല്ലാ രാജാക്കന്മാരുടെയും രാജാവാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി പറയുക, രാജാധിരാജാവ്. He is the King of Kings. Hallelujah. അപ്പോൾ യേശു ജനിച്ചപ്പോൾ രാജാവായിട്ടാണ് ജനിച്ചത്. അതുകൊണ്ട് അവർ കൊണ്ടുവന്നപ്പോൾ ഈ എന്താണ് പറയുന്നത്, ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊണ്ടുവന്നപ്പോൾ കുട്ടിക്കൂറ പൗഡറോ അങ്ങനെയുള്ള ലൈബോയ് സോപ്പ് ഇതൊന്നുമല്ല കൊണ്ടുവന്നത്. ജോൺസൺ ആൻഡ് ജോൺസൻ്റെ ഷാമ്പു അങ്ങനെയുള്ളതൊന്നുമല്ല കൊണ്ടുവന്നത്. പിന്നെ എന്താ കൊണ്ടുവന്നത്? സ്വർണം, ഗോൾഡ്, മൂര്, മേർ എന്ന് പറയുന്ന സാധനം, ഫ്രാങ്കിൻസെൻസ്, ഇതെല്ലാമാണ് അവർ കൊണ്ടുവന്നത്. എന്ന് വെച്ചാൽ ഒരു രാജാവും പ്രവാചകനും പുരോഹിതനുമായി അവൻ ജനിച്ചു എന്നത് കാണിക്കാൻ വേണ്ടി അത് 3 ഐറ്റംസാണ് അവർ കൊണ്ടുവന്നത്. അതല്ലാതെ കുട്ടികൾ കളിക്കാനുള്ള എന്തെങ്കിലും കളിപ്പാട്ടങ്ങളോ ടോയ്സ് ഒന്നുമല്ല കൊണ്ടുവന്നത്. അവൻ രാജാവാണ്. ഹല്ലേലൂയ. അവൻ രാജാവായി പിറന്നു. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അറിയണം, ആരെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? വി ആർ ഫോളോയിങ് ദ കിങ് ഓഫ് കിങ്സ്. രാജാധിരാജാവിൻ്റെ പുറകെയാണ് നമ്മൾ പുറപ്പെട്ടിരിക്കുന്നത്. അതല്ലാതെ ചുമ്മാ ക്രൂശിൽ മരിച്ച നിസ്സഹായനായ ഒരു വ്യക്തിയുടെ പുറകെയല്ല. അവൻ രാജാധിരാജാവാണ്. ക്രൂശിൽ മരിക്കുന്ന സമയത്ത് തലയിൽ തങ്കക്കിരീടം ഇരിക്കേണ്ടതിന് പകരം മുൾക്കിരീടമാണ് ഇരുന്നത്. എന്തുകൊണ്ട്? ഞാൻ കാരണം, എൻ്റെ പാപങ്ങൾ നിമിത്തം എൻ്റെ തല കൊണ്ട്, ചിന്തകൾ കൊണ്ട്,
മനസ്സുകൊണ്ടൊക്കെ ചെയ്ത പാപങ്ങൾ നിമിത്തത്തിൻ്റെ പ്രായശ്ചിത്തമായി അവൻ്റെ തലയിൽ ഒരു മുൾക്കിരീടം വെച്ചു. ബൈ ദ വേ, ഈ ദുഃഖവെള്ളിയാഴ്ചത്തെ മെസ്സേജ് മിസ്സാകരുത്. ഓൺലൈൻ കണ്ടാൽ പോരാ, നേരെ വന്ന് ചിലത് സ്വീകരിക്കണം. ആമേൻ പറയാമോ? ഹല്ലേലൂയ. മത്തായി സുവിശേഷം 21 അധ്യായം ആദ്യം മുതൽ ഇങ്ങോട്ട് 11 വരെ വായിക്കുമ്പോൾ യേശു ജെറുസലേമിലേക്ക് വന്ന രംഗപ്രവേശം അവിടെ പറയുന്നുണ്ട്. ഓശാന ഞായർ അല്ലെങ്കിൽ പാം സൺഡേയിൽ നടന്നതെന്ത്, ആ ഭാഗം ഒന്ന് വായിക്കാൻ കഴിയുമോ? മത്തായി സുവിശേഷം 21 അധ്യായം 1 മുതൽ വായിക്കാം. വായിക്കാമോ ആരെങ്കിലും? അനന്തരം അവർ യെരുശലേമിനോട് സമീപിച്ച് ഒലിവ് മലയരികെ ബെത്ഫാഗയിൽ എത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചു. നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതിയെയും അതിന്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചുകൊണ്ടുവരുവിൻ. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ. കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ. തൽക്ഷണം അവൻ അവയെ അയക്കും എന്ന് പറഞ്ഞു. സിയോൻ പുത്രിയോട്, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി നിന്റെ രാജാവ്. എല്ലാവരും പറഞ്ഞ രാജാവ്. പറഞ്ഞ യേശു രാജാവാണ്. നിന്റെ രാജാവ്. വായിക്കാം. സൗമ്യനായി കഴുതപ്പുറത്ത്. എങ്ങനെയാ വരുന്നത്? വളരെ മീക്ക്, സൗമ്യനായി കഴുതപ്പുറത്തും, കഴുതയുടെ പുറത്ത്, വാഹന മൃഗത്തിന്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവിൻ. എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് നിവൃത്തി വരുവാൻ ഇത് സംഭവിച്ചു. ആമേൻ. ശിഷ്യന്മാർ പുറപ്പെട്ട് യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ടു. അവൻ കയറി ഇരുന്നു. പുരുഷാരം മിക്കതും തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. മുന്നും പിന്നും നടന്ന പുരുഷാരം, ദാവീദ് പുത്രന് ഹോശന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. അവൻ യെരുശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവനും ഇളകി. ഇവൻ ആർ എന്ന് പറഞ്ഞു. ഇവൻ ഗലീലയിലെ നസറത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുവെന്ന് പുരുഷാരം പറഞ്ഞു. ആമേൻ. ഇനി എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. എല്ലാവരോടും ഞാൻ വീണ്ടും പറയുന്നു, കുഞ്ഞുങ്ങളടക്കം വചന ശുശ്രൂഷയുടെ സമയത്ത് ദയവായി ആരും എഴുന്നേറ്റ് നടക്കരുത്. ശുശ്രൂഷകൾ ഉൾപ്പെടെ, വോളണ്ടിയേഴ്സ് ഉൾപ്പെടെ എല്ലാവരും ഒരു സ്ഥലത്ത് ഇരിക്കുക. സീറ്റ് ബെൽറ്റ് ഇട്ട് മുറുക്കുക. ഇത് എന്നോട് കാണിക്കുന്ന ആദരവല്ല, ദൈവത്തോട് കാണിക്കുന്ന ആദരവാണ്. കാരണം അവൻ്റെ വചനമാണ്. ഹല്ലേലൂയ. നമ്മളിവിടെ അംബ്രോസ് ബ്രദർ വായിച്ച് അവസാനിപ്പിച്ചത് ഇങ്ങനെ: യേശു പട്ടണത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ പട്ടണം ഇളകി. അതിനുമുമ്പ് അനേക പ്രാവശ്യം യേശു ഈ ജെറുസലേമിൽ വന്നിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ദേവാലയത്തിൽ അവൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ ഒരൊറ്റ പ്രാവശ്യം വന്നത് എന്താണ്? ഈ ഒരൊറ്റ പ്രാവശ്യം അവൻ വന്നത് രാജാവായിട്ടാണ്. ഇതിനു മുമ്പ് ഒരിക്കലും അങ്ങനെ വന്നിട്ടില്ല, അതിനുശേഷം വന്നിട്ടില്ല. യേശു രാജാവായി സിറ്റിയിലേക്ക്, ജെറുസലേം സിറ്റിയിലേക്ക് കയറുക. ഞാൻ ഇന്നലെ രാത്രിയിൽ ഈ വചനം എടുത്ത് ഇങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഉള്ളിൽ ദൂത് തന്നു. നേരെ ഇരിക്കാമെങ്കിൽ പറയാം, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. നട്ടിലൊക്കെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. 2 കാതും തുറന്നു കേൾക്കണം. യേശു ഏതെങ്കിലും ഒരു പട്ടണത്തിലേക്ക്, നഗരത്തിലേക്ക് രാജാവായി പ്രവേശിച്ചാൽ ജനം ഇളകും. അങ്ങനെയെങ്കിൽ ബാക്കി കൂടെ കേട്ടോ. ഇന്ന് ഈ ഫാമിലി സൺഡേയിൽ, പാം സൺഡേയിൽ കോട്ടയം പട്ടണത്തിലേക്ക് യേശു രാജാവായി പ്രവേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ചിലത് സംഭവിക്കും. കൈയടിച്ച് ശരിയായില്ല. രാജാവാണെങ്കിൽ ഇങ്ങനെ അടിക്കരുത്. ഒരു രാജാവ് വരുമ്പോൾ എങ്ങനെ അടിക്കേണ്ടത്?
ഒരു രാജാവ് രംഗപ്രവേശം ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. Jesus. ഹല്ലേലൂയ. അപ്പോൾ അവിടെ സംഭവിക്കുന്നത്, യേശു അങ്ങോട്ട് കടക്കുന്ന സമയത്ത് ഇറ്റ് വാസ് എ സെലിബ്രേഷൻ ആൻഡ് ജോയ്. ഭയങ്കരമായൊരു ആഘോഷവും സന്തോഷവും ആ പട്ടണത്തിലുണ്ടായി, ആ സിറ്റിയിലുണ്ടായെന്ന് പറഞ്ഞാൽ ഹൃദയങ്ങളിലുണ്ടായി. ഞാനത് നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ്. ഇന്ന് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ കരഞ്ഞുകൊണ്ടല്ല പോകാൻ പോകുന്നത്. ഒരാഘോഷം, ഒരു സെലിബ്രേഷൻ, ഒരു സന്തോഷം എല്ലാ ഹൃദയങ്ങളിലും കർത്താവ് തരികയാണ്. അത് എവിടെ എത്തി? വീടുകളിലെത്തി. അതിനുശേഷം അവർ വീട്ടിൽ ചെന്നപ്പോൾ ഈ സന്തോഷവും കൊണ്ടാണ് അവർ തിരികെ വീടുകളിലെത്തിയത്. അതിൻ്റെ അർത്ഥം വീടുകളിൽ സന്തോഷമെത്തി, വീടുകളിൽ ആഘോഷമെത്തി. ആത്മാവിൽ ഞാൻ പറയുന്ന ഈ ഫാമിലി സൺഡേയിൽ ഓരോ ഫാമിലിയിലേക്കും ഈ സന്തോഷം, ഈ ആഘോഷം, ഈ ഉല്ലാസം കർത്താവ് അയക്കുകയാണ്. കൈകളടിച്ച് സ്വീകരിക്കാം. കുടുംബങ്ങളിൽ നിന്ന് വന്നവർക്ക് അത് സ്വീകരിക്കാം. വായ് തുറന്നുറക്കെ ഹല്ലേലൂയ, ഹല്ലേലൂയ. 11 വരെയാണ് വായിച്ചത്. 11 ശേഷമുള്ള ഭാഗം പിന്നീട് വായിച്ചാൽ മതി. അവിടെ യേശു അവിടെ നിന്ന് പോയി, എങ്ങോട്ടാ പോയെന്നറിയാമോ? യേശു ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. ഇനി ഇതിനിടയ്ക്കൊരു അമളി പറ്റി സത്യം പറഞ്ഞ യഹൂദന്മാർക്ക്. ഈ ജനങ്ങൾ യേശുവിനെ ഈ കഴുതയുടെ മുകളിൽ, ഒരു കഴുതയുടെ മുകളിലാണ് യേശു ചെല്ലുന്നത്. ഇവരുടെ പ്രതീക്ഷ മുഴുവൻ എന്താണെന്ന് അറിയാമോ? യേശു ഇതാ രാജാവായി വരികയാണ്. അനേക നൂറ്റാണ്ടുകളായി കാത്തിരുന്ന ആ നിമിഷം ഇതാ വന്നിരിക്കുന്നു. ഏതാണ് ആ നിമിഷം? അവർ വിചാരിക്കുന്ന റോമൻ ഭരണത്തിലാണെന്ന്. അവർ റോമക്കാരുടെ അടിമകളായിട്ട് കിടക്കുക. അവരുടെ പ്രതീക്ഷ മുഴുവൻ എന്താണ്? യേശു വന്ന് റോമൻ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച് ആ കൊട്ടാരത്തിലേക്ക് കയറി അവിടെ ഇരുന്ന് പൊളിറ്റിക്കൽ ഫ്രീഡം കൊണ്ടുവരും. ഇതാണ് അവരുടെ പ്രതീക്ഷ. പക്ഷേ അങ്ങനെ വലിയ ആഘോഷത്തോടുകൂടെ നഗരത്തിലേക്ക് യേശുവിനെ രാജാവായി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അവരുടെ പ്രതീക്ഷ മുഴുവൻ ഗേറ്റ് കടന്ന് വലത്തേക്ക് തിരിഞ്ഞ് അങ്ങോട്ട് പോയാൽ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് എത്താം, ഭരണം പിടിക്കാം. പക്ഷേ യേശു ഗേറ്റ് കടന്നപ്പോൾ ഇടത്തേക്ക് തിരിഞ്ഞു, എന്നിട്ട് നേരെ ദേവാലയത്തിനകത്തേക്ക് പോയി. അപ്പോഴേ അവർക്കൊരു ശങ്ക, പ്രതീക്ഷകളൊക്കെ തെറ്റിയല്ലോ. അവരുടെ വിചാരം മുഴുവൻ എന്തായിരുന്നു? ഭരണം പിടിച്ചെടുക്കും. ശിഷ്യന്മാരുടെ ചിന്ത എന്തായിരുന്നു? ഞങ്ങൾക്ക് മന്ത്രിയാകാം. യേശു രാജാവായി, ഞങ്ങൾ മന്ത്രിയാണ്. ഇതോടുകൂടി നമ്മുടെ നല്ല കാലം വന്നു. അനേക നാളുകളായുള്ള റോമൻ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യത്തെ തകർത്ത് മശിഹ വരുമ്പോൾ രാജ്യം പുനഃസ്ഥാപിക്കും എന്നുള്ള പ്രവചനപ്രകാരം ഇത് സംഭവിക്കും എന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. പക്ഷേ നടന്നില്ല. അവർ നിരാശയിലേക്ക് പോയി. അതുകൊണ്ടാണ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഹോസന്ന പാടിയവർ അവനെ ക്രൂശിക്ക എന്ന് പറഞ്ഞു. അതുകൊണ്ട് ദയവായി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പൊതുജനാഭിപ്രായം എല്ലായ്പ്പോഴും ഒരേപോലെ ഇരിക്കില്ല കേട്ടോ. എല്ലായ്പ്പോഴും ജനം കൂടെ നിൽക്കണമെന്നില്ല. പബ്ലിക് ഒപ്പീനിയൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അവരുടെ പ്രതീക്ഷ മുഴുവൻ തകർന്നു പോയി. അവർ വിചാരിച്ചത് ഇതോടെ റോമക്കാർ രാജ്യം വിട്ടുപോകും, മശിഹായുടെ ഭരണം ആരംഭിക്കുക. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ കുറേ താഴേക്ക് വരുമ്പോൾ അവിടെ യേശു പറയുന്നുണ്ട്, ഞാൻ ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കാനല്ല വാൾ അത്രേ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത്. ഒരു വീട്ടിൽ തന്നെ 2 3 2 ഛിദ്രിച്ചിരിക്കും. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണം. ഒത്തിരി പേരും യേശു കർത്താവ് ഭൂമിയിലേക്ക് ജനിച്ചപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ദൂതന്മാർ പാടിയത് എന്തായിരുന്നു? ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. എൻ്റെ അർത്ഥം യേശു ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കാനല്ലേ വന്നത്? ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. യേശുവിൻ്റെ ആദ്യത്തെ വരവിൽ ലോകസമാധാനമല്ല, വ്യക്തിപരമായ സമാധാനമാണ് തരുന്നത്. യേശുവിന് 2 വരവുകളുണ്ട്, മശിഹയ്ക്ക് 2 വരവുകളുണ്ടെന്നുള്ളത് യഹൂദന്മാർക്ക് തെറ്റിപ്പോയി. 1-ാം വരവിൽ യേശു വന്നത് സകലരുടെയും പാപത്തിന് പരിഹാരം വരുത്തി ദൈവവുമായി നമ്മളെ നിരപ്പിച്ച്
എന്നിട്ടൊരു സമാധാനം ഓരോ ഹൃദയങ്ങളിലും തരാനാണ്. അങ്ങനെ നമ്മുടെ സമാധാന പ്രഭുവായവൻ മാറും. എന്നാൽ ഇനിയൊരു വരവ് വരാൻ പോകുന്നുണ്ട്. അന്ന് ഇന്ന് കാണുന്ന സകല ഭരണകൂടങ്ങളെ ഉടച്ചു കളഞ്ഞ് തൻ്റെ ഭരണം ഇതേ ജെറുസലേമിൽ ഇരുന്നു കൊണ്ട് അവൻ ഭരിക്കാൻ പോവുകയാണ്. അതാണ് യേശുവിൻ്റെ രണ്ടാം വരവ്. അതിനുള്ള തയ്യാറെടുപ്പ് കൂടെ ഈ ഫാമിലി സൺഡേയിൽ തുടങ്ങണം. അടിക്ക് 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 അടിക്ക്. കമോ ജീസസ്. ആമേൻ ആമേൻ ആമേൻ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എല്ലാവരോടും ഞാൻ ചോദിച്ചോട്ടെ, യേശുവിൻ്റെ ഒന്നാമത്തെ വരവിൽ ആർക്കാ സമാധാനം കിട്ടുന്നത്? വ്യക്തിപരമായി ഓരോ വ്യക്തികൾക്കാണ് സമാധാനം. ഒരു വീട്ടിൽ തന്നെ ചിലപ്പോൾ സമാധാനം പെട്ടെന്നിരിക്കും. കാരണം യേശു വരുമ്പോൾ, യേശു ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് വന്നാൽ there will be a polarization. ചിലർ ഇങ്ങോട്ടും ചിലർ അങ്ങോട്ടും മാറും. യേശു ഒരു നാട്ടിലേക്ക് വന്നാൽ ഒരു പോളറൈസേഷൻ നടക്കും. യേശുവിൻ്റെ കൂടെയുള്ളവർ, അല്ലാത്തവർ. ന്യൂട്രൽ ഇല്ല. ഒന്നുകിൽ യേശുവിനോട് കൂടെ, അല്ലെങ്കിൽ യേശുവിനെതിരെ. ഇത് രണ്ടിലേതെങ്കിലും ഉള്ളൂ. ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവരും തീരുമാനിക്കണം. ഭൂമിയിൽ ഒരാഴ്ചയുള്ളൂ. ഇങ്ങനെ പിടിച്ചോ എല്ലാവരും, ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിക്കുക എല്ലാവരും, നന്നായിട്ട് പിടിച്ചോ. ഭൂമിയിൽ എത്ര പ്രാവശ്യം ജീവിക്കും? ഒരു പ്രാവശ്യം ഇവിടെ ജീവിക്കൂ. അടുത്ത രണ്ടാമത് മൂന്നാമതും നാലാമതും പല ജന്മങ്ങളില്ല. ഒരൊറ്റ ജന്മമേ ഈ ഭൂമിയിലുള്ളൂ. ഒരൊറ്റ ആയുസ്സേ അത് നമുക്ക് വേണ്ടി മരിച്ച യേശുവിന് വേണ്ടി ജീവിക്കാമെങ്കിൽ, രക്ഷകനെ സ്വീകരിച്ച് ജീവിക്കാമെങ്കിൽ നിത്യത രക്ഷപ്പെട്ടു. അടിക്കുക, യേശുവേ എന്ന് വിളിച്ചോണ്ട് അടിക്കുക. ഉറക്കെ ഉറക്കെ യേശുവേ 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 യേശുവേ. ഉറക്കെ വിളിക്കുക, യേശുവേ യേശുവേ യേശുവേ. രക്ഷിക്കാൻ വേറൊരു നാമമില്ല, രക്ഷിക്കാൻ വേറൊരു നാമമില്ല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അതുകൊണ്ട് യേശു ഭൂമിയിലേക്ക് വന്നത് ഞാൻ സമാധാനമല്ല, വാളത്രേ. ഒന്നാം വരവിൽ വാളാണ്. എന്ന് വെച്ചാൽ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയും. ബൈബിൾ എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ചിലർ നിനക്കെതിരെ തിരിയും. സ്വന്തം കുടുംബക്കാർ തന്നെ എതിരാകാം. എനിക്കങ്ങനെയായിരുന്നു ഒരു കാലത്ത്. ഈ പോളറൈസേഷൻ നടക്കുമ്പോൾ യേശുവിൻ്റെ ഭാഗത്ത് ഇന്ന് നിൽക്കുന്നവരാണ് രണ്ടാം വരവിൽ അവനോടൊപ്പം ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പോകുന്നത്. എത്ര പേർക്ക് മനസ്സിലായെന്നറിയില്ല. നമ്മുടെ വെളിപാട് പുസ്തക പഠനം അങ്ങനെ തന്നെ യൂട്യൂബിൽ കിടപ്പുണ്ട്, പ്ലേലിസ്റ്റായിട്ട് കിടപ്പുണ്ട്. 22 അധ്യായങ്ങൾ കഴിഞ്ഞ ഡിസംബറിലായിരുന്നു. ഇന്ന് നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അത് എവിടെയാണെന്നൊക്കെ കാണിച്ചു തരും. വെളിപാട് പുസ്തകം അത് അന്ന് യൂട്യൂബിലോ അല്ലെങ്കിൽ അവിടെ വന്ന് നേരിട്ട് അറ്റൻഡ് ചെയ്ത് എത്ര പേരുണ്ട് വെളിപാട് പുസ്തക പഠനം? ബാക്കിയുള്ളവർ ദയവായി പഠിക്കണം. ഈ ഭൂമിക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു, ഈ ലോകത്തിന് എന്ത് സംഭവിക്കാൻ പോകുന്നു, നാളുകളിൽ എനിക്കെന്ത് സംഭവിക്കും, എൻ്റെ ഭാവി എന്താണ്, ഇതെല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ദൈവം അയച്ച പുത്രനിൽ, രക്ഷകനിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അടുത്ത ഭൂമിയിൽ വാഴ്ചയുള്ളൂ. അല്ലാത്തവർ പറഞ്ഞിട്ടുണ്ട്, തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്യിലേക്ക് തള്ളിയിടുമെന്നാണ് ദൈവത്തിൻ്റെ വചനം. ഞാനല്ല എഴുതിയത്, വചനം വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാവർക്കും വേണ്ടി ഇന്ന് കൈവച്ച് പ്രാർത്ഥിക്കാനാണ് വന്നിരിക്കുന്നത്. പറഞ്ഞോട്ടെ, റെഡിയാണോ? യേശുവിനെ ജെറുസലേമിലേക്ക് കൊണ്ടുപോകാൻ ഒരു വണ്ടി വേണം. അപ്പം ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഒരു ഇന്നോവയിലാണ് വന്നത്. കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു വണ്ടിയിലാണ് വന്നത്, കൊച്ചി ഈ കോട്ടയം പട്ടണത്തിലേക്ക്. യേശുവിന് ജെറുസലേമിലേക്ക് പോകാൻ ഒരു വണ്ടി വേണം. അന്നത്തെ വണ്ടി എന്താണ്? കഴുത. ഒരു കഴുതയാണ്. ഓക്കെ, വെച്ചാൽ ഒരു മെഴ്സിഡീസ് കാറാണെന്ന് ചോദിച്ചു. അതിലാണ് യേശു വരുന്നത്. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് അടുത്ത ഗ്രാമത്തിൽ ചെന്ന് അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? ഒരു കഴുതയും അതിൻ്റെ കുട്ടിയും കാണും, രണ്ടെണ്ണത്തിനെയും അഴിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഇന്നത്തെ കാലത്താണെങ്കിൽ അടുത്തൊരു സിറ്റിയിലേക്ക് ചെല്ലുക, അവിടെ കുറേ കാറുകൾ പാർക്ക് ചെയ്യും. ഇന്ന് കാറല്ല, കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്, അതിൽ രണ്ടെണ്ണം എടുത്ത് പോകും എന്ന് പറയുന്നതിന് തുല്യമാണ്. അപ്പോൾ ചോദിക്കും,
എന്തിനിതിനെ കൊണ്ടുപോകുന്നു? അപ്പോൾ പറയണ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. യേശു പറഞ്ഞ വാക്കിൽ അവർ പോയി. ഒത്തിരി കഴുതകൾ കാണും, പക്ഷെ കർത്താവ് മാർക്ക് ചെയ്തിട്ട ഒരു തള്ളക്കഴുതയും അതിൻ്റെ കുട്ടി അവിടെ നിൽപ്പുണ്ടായിരുന്നു. കൃത്യം അഴിക്കുമ്പോൾ ആളുകൾ എന്താ എന്തിന് എവിടെ കൊണ്ടുപോകും, എവിടെ കൊണ്ടുപോകും? ഇത് നിസ്സാര പരിപാടിയല്ലേ, എവിടെ കൊണ്ടുപോകും? കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട്. പറഞ്ഞേ, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട്. ഒരു എതിർപ്പുമില്ല. കർത്താവിന് ആവശ്യമുണ്ടെങ്കിൽ ആർക്കും എതിർക്കാൻ സാധ്യമല്ല. കർത്താവ് മാർക്ക് ചെയ്താൽ ആർക്കും എതിർക്കാൻ സാധ്യമല്ല. ഇതിനകത്തുള്ള ചിലരൊക്കെ കർത്താവ് മാർക്ക് ചെയ്തു അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടയത്ത് ചിലതിനെ ആവശ്യമുണ്ട്, കറുകച്ചാല് ചിലതിനെ ആവശ്യമുണ്ട്, ചുറ്റുമുള്ള ജില്ലകൾ ചിലതിനെ ആവശ്യമുണ്ട്. ആരുണ്ട് തടുക്കാൻ? ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഒരിക്കലും ഒരു ക്രിസ്ത്യൻ കോൺഫറൻസ് നടക്കുകയാണ്. അപ്പോൾ കോൺഫറൻസ് സ്പീക്കേഴ്സ് പലതുണ്ടായി. പല സെഷനുകളിൽ കോൺഫറൻസ് സ്പീക്കേഴ്സ് മാറി മാറി ശുശ്രൂഷിക്കുകയാണ്. ഇപ്പോൾ UK കാനൻ ജെ ജോൺ എന്ന് പറയുന്ന വലിയൊരു ദൈവദാസനുണ്ട്. അദ്ദേഹം അടുത്തതായിട്ട് ശുശ്രൂഷിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് സംഘാടകർ വന്ന് ചോദിച്ചു, എങ്ങനെയാണ് അങ്ങയെ പരിചയപ്പെടുത്തേണ്ടത്? ഹൗ ഷുഡ് ഐ ഇൻട്രഡ്യൂസ് യു ഇൻ ദ കോൺഫറൻസ്? ചോദിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു, ദ നെക്സ്റ്റ് സ്പീക്കർ ഈസ് എ ഡോങ്കി. പരിചയപ്പെടുത്തേണ്ട വിധം പറഞ്ഞു കൊടുക്കുക. ഇന്ന ഡിഗ്രി, ഇന്ന ചർച്ചിൽ ശുശ്രൂഷിച്ച് വലിയ ആഗോള പ്രശസ്ത സുവിശേഷകൻ, അങ്ങനെയൊക്കെയല്ലേ സാധാരണ പരിചയപ്പെടുത്തും. പക്ഷെ ഇദ്ദേഹം എന്ത് പറഞ്ഞു? ദ നെക്സ്റ്റ് സ്പീക്കർ ഈസ് എ ഡോങ്കി. ഇനി പ്രസംഗിക്കാൻ പോകുന്ന ഒരു കഴുതയാണെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഐ വിൽ നോട്ട് സേ ദാറ്റ്. അതെങ്ങനെ പറയാൻ പറ്റും? അടുത്തൊരാൾ ശുശ്രൂഷിക്കാൻ പോകുന്ന കഴുതയാണെന്ന് പറഞ്ഞ്, ഇപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒരാളെ ഞാൻ കഴുതയെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചെങ്ങനെ പോകുന്നു എനിക്ക് തന്നെ അറിയാം. നിങ്ങൾ എന്നെ ശരിക്കും എന്നെ കഴുതയാക്കും. ആൻഡ് ഹീ ഈസ് എ ഡോങ്കി. അദ്ദേഹത്തിന് തന്നെ പറയാൻ പറ്റുന്നില്ല, കാരണം വിഷമിച്ച് ഒരു തരത്തിൽ അത് കുളമാക്കി, മൊത്തം കുളമാക്കി ഒപ്പിച്ചു. അതിനുശേഷം മൈക്കെടുത്തുകൊണ്ട് പറഞ്ഞു, ഐ ആം ദ ഡോങ്കി ദാറ്റ് ക്യാരീസ് ജീസസ്. യേശുവിനെ ചുമന്നുകൊണ്ട് വന്ന കഴുതയാണ് ഞാൻ. പരിസരങ്ങളിൽ ഉണ്ടെങ്കിൽ യേശുവിനെ യാത്ര പോകാൻ ഒരു കഴുതയെ ആവശ്യമുണ്ട്. കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട്. അങ്ങനെ ഒരു കഴുതയാകാൻ ഞാൻ ഇന്നലെ തുടങ്ങി പറഞ്ഞു, കർത്താവ് നിന്റെ കഴുതയാകാൻ ഞാൻ റെഡിയാണ്, നിന്നെ ഞാൻ വഹിച്ചോലോ. ഐ ആം യുവർ ഡോങ്കി. ഈ കഴുതയ്ക്ക് ഒന്നും അറിയില്ല, അതല്ല കഴുത. ഇല്ല, സാറന്മാർ സാധാരണ പിള്ളേരെ, പഠിക്കാത്ത പിള്ളേരെ പറയുന്നതാണ് കഴുത. പിന്നെ സാധാരണ പിന്നെ ചില വീടുകളിൽ അമ്മമാരും അപ്പന്മാരും മക്കളെ വിളിക്കുന്ന ഓമന പേരാണ് കഴുത. എടാ കഴുതേ ഇങ്ങോട്ട് വാ, മാത്സിന് മുട്ട മേടിച്ചു കഴുതേ. ഇങ്ങനെയാണ് വീടുകളിലൊക്കെ വൊക്കാബുലറി. ഹല്ലേലൂയ. ലോക ചരിത്രത്തിൽ ഇന്നുവരെ ബുദ്ധിരാക്ഷസന്മാരെ, തത്വചിന്തകന്മാരെ, സ്കോളേഴ്സിനെ ദൈവം ഉപയോഗിച്ചിട്ടില്ല. യേശു പരിശുദ്ധാത്മാവിൽ ആനന്ദ നൃത്തം ചെയ്തു. കാരണം ആ വെളിപാട് ലഭിക്കുന്നത് ശിശുഹൃദയമുള്ളവർക്കാണ്. അങ്ങനെ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഞാൻ വലിയ പുള്ളി, എനിക്ക് എല്ലാം അറിയാമെന്ന് പറയുന്ന ആർക്കും യേശു തന്നെ വെളിപ്പെടുത്തുകയില്ല, യേശു ഉപയോഗിക്കുകയില്ല. ഇന്ന് യേശുവിന് ആവശ്യം ഒരു കാരിയറാണ്. തന്നെ ചുമന്നുകൊണ്ട് പോകാൻ ഈ പട്ടണത്തിലേക്ക് രാജാവായി കയറ്റാൻ പറ്റുന്നില്ല. How come? ഇത്രയും വലിയൊരു വെൽക്കം എനിക്ക് എങ്ങനെ കിട്ടും? ഞാൻ ആരാ? ഞാൻ ഒരു കഴുത. പക്ഷേ യേശു നിന്റെ മുകളിൽ കയറിയാൽ, യേശു നിന്റെ ജീവിതത്തിൽ പ്രവേശിച്ചാൽ, ഓർക്കണം, കഴുതയ്ക്ക് ഒരു മാനമുണ്ട്. കുതിരയ്ക്ക് പോലും കിട്ടാത്തത് കഴുതയ്ക്ക് ലഭിക്കും. കൈകളടിച്ച് യേശുവിനെ കോട്ടയം പട്ടണത്തിലേക്ക് വെൽക്കം ചെയ്യാം. രാജാവായി, രാജാതി രാജാവായി, കർത്താതി കർത്താവായി, രക്ഷകനായി, പ്രവാചകനായി, മശിഹയായി, ഒരു വലിയ സൗഖ്യദായകനായി, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനായി, ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നവനായി കോട്ടയത്തേക്ക് കമോ കൈകൾ അടിച്ച് യേശുവിനെ വെൽക്കം ചെയ്യാം, വെൽക്കം ചെയ്യാം.
സകലരും ചാടി എഴുന്നേറ്റ് യേശുവിന് നന്ദി പറയാം. കമോ, എല്ലാവരും ചാടി എഴുന്നേറ്റ് യേശുവിന് നന്ദി പറയാം. കൈകൾ അടിച്ച് യേശുവിനെ വെൽക്കം ചെയ്യാം, വെൽക്കം ചെയ്യാം. രാജാവേ വെൽക്കം. I am your carrier, I am your donkey. Come on. എന്നവസ്ഥയെ മാറ്റാം ഇന്നും ജീവിക്കുന്നോൻ യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാം ഇന്നും ജീവിക്കുന്നോൻ യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ ഇന്നും ജീവിക്കുന്നോൻ യേശുവേ. ഒരു നിമിഷം ശ്രദ്ധിക്കുക. ഈ യേശു വന്ന സമയത്ത് അവരെന്താ പറഞ്ഞറിയുമോ? ഹോസന്ന പറഞ്ഞേ. ഹോസന്ന എന്ന് പറഞ്ഞാൽ സേവ് us, ഞങ്ങളെ രക്ഷിക്കുക. Because you are the savior. നീ രക്ഷകനാണ്. രണ്ട് കൈകളും ഉയർത്തി ഉറക്കെ ഹോസന്ന. ഹോസന്ന ഹോസന്ന ചാരിടാം എല്ലാം പറയാം. വിശ്വസ്തനവൻ, ഓ വീരനാണവൻ. ഓ മാർവിൽ ചാരിടാം എല്ലാം പറയാം. വിശ്വസ്തനവൻ, വീരൻ. കരങ്ങൾ വീശിക്കൊണ്ട്, കരങ്ങൾ വീശിക്കൊണ്ട്, കരങ്ങൾ വീശിക്കൊണ്ട്, കരങ്ങൾ വീശിക്കൊണ്ട്. Come on. Hosanna, 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 Hosanna. യേശുവിന്റെ വിളി വന്നപ്പോൾ തന്നെ കഴുതയുടെ കെട്ടഴിഞ്ഞു. കെട്ടിക്കിടക്കുമായിരുന്നു, അവിടെ കെട്ടിയിട്ടിരിക്കുമായിരുന്നു. പക്ഷെ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട്. യേശുവിന്റെ വിളി വരികയല്ല, കഴുതയുടെ കെട്ടഴിഞ്ഞു. യേശു നിന്റെ മേൽ നോട്ടമിട്ടാൽ, യേശുവിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ സകല ബന്ധനങ്ങളും അഴിഞ്ഞിരിക്കും. മദ്യപാനത്തിന്റെ ബന്ധനം അഴിഞ്ഞിരിക്കും, രോഗബന്ധനം അഴിഞ്ഞിരിക്കും, സാമ്പത്തിക പാശങ്ങൾ അഴിഞ്ഞിരിക്കും. കൈകളടിച്ച് സ്വീകരിച്ച് യേശുവിന്റെ കാരിയറായി മാറാൻ ബന്ധനം ഒരു തടസ്സമാകില്ല. അതിനെ ആദ്യം അവൻ പൊട്ടിക്കും. ഇന്ന് ആത്മാവിൽ ഞാൻ പറയുന്നു, ആർക്കെങ്കിലും ഇതിൽ നിൽക്കുന്ന ആർക്കെങ്കിലും ഒരു ബന്ധനമുണ്ട്, എവിടെ ഞാൻ ലിമിറ്റഡ് ആണെന്ന് വിചാരിച്ചാൽ ഓർക്കുക, യേശുവിനെ വഹിക്കുന്ന ഒരു കഴുതയാകാൻ തീരുമാനിച്ചാൽ ആ നിമിഷം സകല ബന്ധനങ്ങളും, അമ്മിക്കയറുകളും, മരണവാശങ്ങളും, രോഗബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിയുകയാ. യേശുവിന്റെ നാമത്തിൽ ആത്മമണ്ഡലത്തിൽ തലമുറയായുള്ള ശാപങ്ങൾ അഴിഞ്ഞുപോട്ടെ. ശ്രദ്ധിക്കുക, ഈ കഴുത പ്രസംഗിച്ചില്ല, ഈ കഴുത പാട്ടുപാടിയില്ല, ഈ കഴുത അത്ഭുതങ്ങളൊന്നും പ്രവർത്തിച്ചില്ല. പക്ഷെ യേശുവിന് ചുമ്മാ ചുമന്നതിന് അതിന് ലഭിച്ചത് പട്ടണത്തിൽ റെഡ് കാർപ്പറ്റ് വെൽക്കമാ. ആളുകൾ വസ്ത്രങ്ങൾ കൊണ്ടുവന്നിടുന്നു, പാം ലീവ്സ് കൊണ്ടുവന്നവർ വീശാൻ തുടങ്ങി. ഒലിവ് മരങ്ങൾ വെട്ടി
അതിന്റെ കൊമ്പുകൾ വീശാൻ തുടങ്ങി. കഴുതയ്ക്ക് തന്നെ ഒരു അത്ഭുതം. എന്തുകൊണ്ടാണ് എൻ്റെ ആയുസിൽ ഇന്ന് വരെ ഇല്ലാത്ത ഒരു വെൽക്കം ഈ പട്ടണത്തിൽ എനിക്ക് ലഭിക്കുന്നത്? റീസൺ ഈസ് ദിസ്, ജീസസ് ഈസ് ഓൺ മൈ ബാക്ക്. യേശു എന്റെ പുറത്തിരിപ്പുണ്ട്. യേശു നിന്റെ പുറത്തുണ്ടെങ്കിൽ, യേശുവിനെയാണ് നീ വഹിക്കുന്നതെങ്കിൽ, ചില വഴികൾ തുറക്കും, ഗേറ്റുകൾ തുറക്കും, ചില കവാടങ്ങൾ തുറക്കും, ഇതുവരെ തുറക്കാത്ത വഴികൾ തുറക്കും. ഇതുവരെ ഇല്ലാത്ത മാനം, ഇതുവരെ ഇല്ലാത്ത ബഹുമാനം ദൈവം നിനക്ക് തന്നിരിക്കും. യേശുവിനെ ചുമക്കാൻ എന്ന് തീരുമാനിക്കുന്നുവോ അന്നു മുതൽ നിന്റെ മാനം വർദ്ധിക്കും. ഈ ഓഡിറ്റോറിയത്തിനകത്ത് വന്ന സമയം മുതൽ പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ മുഖം ലജ്ജിച്ചു പോകയില്ല. സകല നാണക്കേടുകളിൽ നിന്നും കർത്താവ് നിന്നെ പുറത്തെടുക്കുകയാണ്. എത്ര പേർ തയ്യാറാണ് യേശുവിൻ്റെ ഒരു കഴുതയായി മാറാൻ? യേശുവിനെ ചുമന്നുകൊണ്ട് പോകുന്നു. നിങ്ങളുടെ ഗ്രാമത്തിൽ, നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ പട്ടണത്തിൽ യേശുവിനെ വഹിക്കുന്ന ചിലർ പറയും, എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല. നോ പ്രോബ്ലം, യേശുവിനെ ചുമന്നാൽ മതി. അത് പറ്റുമോ? യേശുവിനെയും കൊണ്ട് നടക്കാൻ, യേശുവിന്റെ നാമത്തിൽ നടക്കാൻ, അവന്റെ നാമത്തിന് വേണ്ടി നിലകൊള്ളാൻ. കർത്താവ് പറഞ്ഞു, ഞാൻ നിമിത്തം, എന്നിൽ വിശ്വസിക്കുന്ന നിമിത്തം പലരും നിങ്ങളെ വെറുക്കും. എല്ലാവരും പറഞ്ഞു നോ പ്രോബ്ലം. പറ ഉറക്കെ, നോ പ്രോബ്ലം. ആര് വെറുത്താലും എനിക്ക് കുഴപ്പമില്ല. സകല ഉണ്ടാക്കിയ കർത്താവ് എന്നിലുണ്ടെങ്കിൽ അതും മതി. ശക്തിയോടെ കൈകളെ തട്ടി ഉറക്കെ, യേശുവേ 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 യേശുവേ, ഉറക്കെ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആർപ്പോട് വലിയ സെലിബ്രേഷൻ ആരംഭിക്കുക. യേശു രാജാതി രാജാവായി സ്വന്തം ജീവിതത്തിലേക്ക് വരുമെങ്കിൽ, കുടുംബത്തിലേക്ക് വരുമെങ്കിൽ, സെലിബ്രേഷൻ ആൻഡ് ജോയ്. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, പരിശുദ്ധാത്മാവിലെ സന്തോഷമത്രേ. ഇന്ന് ഞാൻ കാണുന്നു ചിലരുടെ അകത്ത് ആത്മാവിൽ സന്തോഷത്തിന്റെ ഉറവുകൾ കർത്താവ് തുറക്കുക. ആത്മാവിൽ സ്വീകരിക്കുക, ആത്മാവിൽ സ്വീകരിക്കുക, ആത്മാവിൽ സ്വീകരിക്കുക. ഹല്ലേലൂയ. കേട്ടോ, ഈ ഞായറാഴ്ച 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു അങ്ങോട്ട് കാൽനടയായിട്ടല്ല പോയത്. അന്ന് രാജാക്കന്മാരാണ് കഴുതപ്പുറത്തൊക്കെ വരുന്നത്, പടയാളികൾ കുതിരപ്പുറത്താണ്. യേശു രാജാവായി സൗമ്യനായി കുരുടന്മാർ, മുടന്തന്മാർ സകലരെയും അവൻ സൗഖ്യമാക്കി. വലിയ അത്ഭുതങ്ങൾ അവിടെ ആരംഭിച്ചു. ഇന്ന് ഞാൻ ആത്മാവിൽ പറയുന്നു, സഭകളെ നോക്കി പ്രവചിക്കുന്നു. ഓരോ സഭയും ശ്രദ്ധിക്കുക, ഓരോ കുടുംബവും ശ്രദ്ധിക്കുക, ബ്ലെസ്സിംഗ് ഗ്രൂപ്പുകൾ ശ്രദ്ധിക്കുക. മിറക്കിൾസ് ഇന്ന് മുതൽ ആരംഭിക്കുക. യേശുവിന്റെ അത്ഭുതങ്ങൾക്ക് തുടക്കമിടുക. ബന്ധനങ്ങൾ അഴിക്കുന്ന ശുശ്രൂഷ പ്രാപിക്കുക, പ്രാപിക്കുക, പ്രാപിക്കുക. ഈ കഴുതയെ യേശുവിന് ആവശ്യമുണ്ട്. മദ്യപാനത്തിൽ കെട്ടപ്പെട്ടവർ, കടഭാരങ്ങളിൽ ജപ്തിയിലൊക്കെ ബന്ധിക്കപ്പെട്ടവർ, അവിഹിത ബന്ധങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്നവർ, അങ്ങനെയുള്ളവരൊക്കെ കർത്താവ് ഇന്ന് വിടുവിക്കുകയാണ്. കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട്, കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട്. അങ്ങനെ ബന്ധനങ്ങൾ അഴിക്കുന്ന ഒരു ശുശ്രൂഷ യേശുവിന്റെ ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുത്തതുപോലെ ഇവിടെ നിൽക്കുന്ന ജനങ്ങൾക്ക് തരികയാണ്. നാട്ടിൽ ബന്ധിക്കപ്പെട്ട അനേകരെ വിടുവിക്കുന്ന, ബന്ധനങ്ങൾ അഴിക്കുന്ന ശുശ്രൂഷ. എത്ര പേർക്ക് വേണം? എത്ര പേർക്ക് വേണം? കൈകൾ ഉയർത്തി പ്രാപിക്കുക, പ്രാപിക്കുക. അനേകരുടെ വീടുകളിൽ ചെന്നിട്ട് കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്, എഴുന്നേൽക്ക്. തളർവാദ രോഗികളെ നോക്കി കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്, എഴുന്നേൽക്കുക.
കാരണം നിന്നെ അവൻ കഴുതയെ, അവന് വാഹനമേറുവാനുള്ള കഴുതയായിക്കൊണ്ട് അവൻ നിന്റെ പുറത്തു കയറി പട്ടണങ്ങളിലൂടെ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യാൻ പോവുക. സമർപ്പിക്കുക, ചെറുപ്പക്കാർ സമർപ്പിക്കുക, ബാലിക വാൽമ സമർപ്പിക്കുക. ഹല്ലേലൂയ. അന്നത്തെ ദിവസം യേശു ആ പട്ടണത്തിലേക്ക് പ്രവേശിച്ചത് വിജയശ്രീ ലാളിതനായി. ഇംഗ്ലീഷിൽ പറയുന്നത് ദ ട്രയംഫൽ എൻട്രി ഓഫ് ജീസസ്. യേശു അന്നവിടെ പ്രവേശിച്ചത് വിജയശ്രീ ലാളിതനായിട്ടായിരുന്നു. 2 കൊരിന്ത്യർ 2:14 പറയുന്നു, എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം കൂടി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഒരു കാര്യം കൂടെ, ലാസ്റ്റ്. യേശു യെരുശലേമിലേക്ക് കഴുതയുടെ മുകളിൽ കയറി വന്നത് വരാനിരിക്കുന്ന രാജത്വം പ്രാപിച്ച് രാജാതിരാജാവായി അവൻ വരാനിരിക്കുന്നതിൻ്റെ ഒരു പ്രിവ്യൂ മാത്രമായി. ഓശാന ഞായറാഴ്ച നടന്നത് ഇനി രാജാതിരാജാവായി വാനമേഘങ്ങളിൽ സർവവിശുദ്ധന്മാരോടും കൂടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കാഹളത്തോടും കൂടെ ഇനിയൊരു വരവുണ്ട്. അതിൻ്റെ ഒരു സാമ്പിൾ മാത്രമാണ് അന്ന് പാം സൺഡേയിൽ കണ്ടത്. ലോകം മുഴുവൻ ഇതുപോലെ ഒരു വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഭൂഗോളം മുഴുവൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. വെയിറ്റ്. അടുത്ത ആളോട് ചോദിക്കുക, നിങ്ങൾ ഒരുങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആർ യു ഗെറ്റിംഗ് റെഡി? യേശു വീണ്ടും വരാൻ പോകുന്നു. അന്നവർ ഹോസന ഹോസന പറഞ്ഞെങ്കിൽ അതിനുശേഷം അവനെ ക്രൂശിക്കാൻ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി അങ്ങനെ ഒരു ക്രൂശീകരണമൊന്നുമില്ല, നിത്യരാജാവായി അവൻ ഈ ഭൂമിയിൽ വാഴും, ജെറുസലേം കേന്ദ്രമാക്കി വാഴും. അന്ന് അവർ നിരാശപ്പെട്ടെങ്കിൽ ഇനി ഒരിക്കലും നിരാശപ്പെടേണ്ടി വരികയില്ല. സകല ഭരണകൂടങ്ങളെയും മാറ്റി യേശുവിൻ്റെ ഭരണകൂടം ഇവിടെ വരാൻ പോകും. ഒരാളോട് വീണ്ടും ചോദിക്കുക, അടുത്ത ആളോട് വീണ്ടും ചോദിക്കുക, നിങ്ങൾ ഒരുങ്ങുന്നുണ്ടോ? നിങ്ങൾ ഒരുങ്ങുന്നുണ്ടോ? Are you getting ready? എൻ്റെ ഒരുക്കം എങ്ങനെയാണെന്ന് കൂടി പറയാം. ഇന്ന് ഇതിനകത്ത് ഇരിക്കുന്നവർ ശരിക്കും സീരിയസായി യേശുവിനെ സ്വീകരിച്ച് യേശുവിനായി മുഴുവൻ സമർപ്പിച്ച് ജീവിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരവസരം നിങ്ങൾക്ക് ഈ പാം സൺഡേയിൽ ഫാമിലി സൺഡേയിൽ തരാൻ പോകും. 2 കൈകളും എല്ലാവരും ഇങ്ങനെ പിടിക്കുക, എന്നോട് ചേർന്ന് പറ, യേശുവേ, ഉറക്കെ പറയാം, യേശുവേ, എന്നെ രക്ഷിക്കുവാൻ, എൻ്റെ മശിഹയായി, എൻ്റെ രക്ഷകനായി ഈ ഭൂമിയിലേക്ക് അങ്ങ് വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ സർവപാപങ്ങളും ഏറ്റെടുത്ത് കാൽവരി ക്രൂശിൽ എനിക്കായി മരിച്ചതിനായി നന്ദി പറയുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് യേശുവിനെ രക്ഷകനായി കർത്താവായി രാജാവായി ഞാൻ സ്വീകരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ മുഴുവനും യേശുവിൻ്റെ തന്ന് വായ് കൊണ്ട് പ്രസ്താവിക്കും. ആയുസ് മുഴുവൻ യേശുവിനായി മാത്രം ഞാൻ ജീവിക്കും. മറ്റാരെയും ഞാൻ അനുഗമിക്കുകയില്ല. യേശുവിനായി മാത്രം ഞാൻ ജീവിക്കുമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. ആമേൻ പറയാമോ? കരങ്ങൾ രണ്ടും ശിരസിലെടുത്ത് വയ്ക്കാം. Thank you, Jesus.
ഇപ്പോൾ കർത്താവെ, ഈ നിൽക്കുന്ന ജനത്തെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. പാം സൺഡേയിൽ യേശു രാജാവായി വന്നതുപോലെ ഇവരുടെ ഹൃദയങ്ങളിൽ, കുടുംബങ്ങളിൽ, നാടുകളിൽ യേശുവിനെ ഞങ്ങൾ രാജാവായി സ്വീകരിച്ചിരിക്കുന്നു. ഈ കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ, വ്യക്തികളിൽ സമാധാനമുണ്ടാകട്ടെ, ഐശ്വര്യമുണ്ടാകട്ടെ. ഇപ്പോൾ എല്ലാ രോഗങ്ങളും സൗഖ്യമാകട്ടെ. ശിരസിൽ കൈകൾ വെച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ അദൃശ്യമായ യേശുവിൻ്റെ കരങ്ങൾ നിങ്ങളുടെ കൈകളുടെ മുകളിൽ വരികയാണ്. ബ്ലീഡിംഗ് ഉള്ള ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ ദിവസവും ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേറ്റ് വിയർക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്ന ചില അശുദ്ധാത്മാക്കൾ, ഭയം കൊണ്ടുവരുന്ന ആരൊക്കെയോ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. 3 പ്രാവശ്യം മിസ്കാരേജ് ഉണ്ടായി കുഞ്ഞുങ്ങളുണ്ടാകാതെ ബുദ്ധിമുട്ടുന്ന ആരെയോ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ആ ജനറേഷണൽ കേഴ്സ് മുറിഞ്ഞു മാറിയിരിക്കുക. മദ്യപാനത്തിൽ ചിലർ ഈ സമയത്ത് പുറത്തു വരുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഷോൾഡർ പെയിൻ കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഷോൾഡറിൻ്റെ പെയിൻ സൗഖ്യമാകട്ടെ. അങ്ങനെയുള്ളവർ കൈ ഉയർത്തുക. ഷോൾഡർ പെയിൻ മൂലം പ്രയാസപ്പെടുന്നവർ കൈ ഉയർത്തുക. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നട്ടെല്ലിന് വേദനയുള്ളവർ ഈ സമയത്ത് സൗഖ്യമാകുക, വിശ്വസിക്കുക. യേശുവിൻ്റെ അടിപ്പിണറുകളാൽ ഞാൻ സൗഖ്യമായിരിക്കുന്നു. വാഗൊണ്ട് പറയാമോ? യേശുവിൻ്റെ അടിപ്പിണറുകളാൽ ഞാൻ സൗഖ്യമായിരിക്കുന്നു. ഇപ്പോൾ ആ സൗഖ്യം നടക്കട്ടെ. സ്പോണ്ടിലോസിസ് പോലെയുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ആർത്രൈറ്റിസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാണ്. ഞാൻ ഈ പറയുന്ന സമയത്ത് ചില ശരീരങ്ങളിൽ പ്രത്യേകമായ പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്ക് ഞാൻ കാണുന്നു. ഇൻ ജീസസ് നെയിം ഒരു പ്രത്യേകമായ ഇലക്ട്രിക് പവർ പോലെ ഒന്ന് ചില ശരീരങ്ങളിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ബി ഹീൽഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ നട്ടലിന് പ്രയാസമുള്ളവർ കുനിയുക, നിവരുക, വശങ്ങളിലേക്ക് വളയുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചരിയുക, ആ നട്ടലൊന്ന് ചലിപ്പിക്കാൻ തുടങ്ങുക. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ഇപ്പോൾ പൂർത്തിയാകട്ടെ, പൂർത്തിയാകട്ടെ, പൂർത്തിയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പൂർത്തിയാകട്ടെ. ചെവിയിൽ നിന്ന് പഴുപ്പും വെള്ളവും ഒക്കെ വരുന്ന ഡിസ്ചാർജ് ഉണ്ടാകുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാൽമുട്ടുകൾക്ക് പ്രയാസമുള്ളവർ ആ കാല് ഓരോന്നോരോന്നായി മടക്കുക, നിവർത്തുക. കാൽമുട്ടിന് പ്രയാസമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ബ്രസ്റ്റിനകത്ത് ലംബുള്ള ചില മുഴകൾ പോലെ തടയുന്നവർ യേശുവിൻ നാമത്തിൽ ഡിസപ്പിയർ ചെയ്യട്ടെ. എല്ലാ ഗ്രോത്തുകളും മാറിപ്പോകട്ടെ. ശരീരത്തിൻ്റെ എവിടെയെങ്കിലും ട്യൂമറുകളോ സിസ്റ്റുകളോ ഉള്ളവർ ഇപ്പോൾ ആ ഭാഗത്തോ നെഞ്ചിലോ കൈവെക്കുക, സൗഖ്യമാകട്ടെ. ഹാർട്ടിന് പ്രയാസമുള്ളവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. 2 പ്രാവശ്യം അറ്റാക്ക് വന്ന ആരും ഇതിനകത്തുണ്ട്. 3ാമത് വന്നാൽ ഞാൻ തീർന്നു പോകുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ബി ഹീൽഡ്, ബി ഹീൽഡ്, ബി ഹീൽഡ് ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഗർഭാശയ മുഴകൾ, ഫൈബ്രോയിഡുകൾ സൗഖ്യമാകട്ടെ. PCOD യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ഓസ്റ്റിയോപൊറോസിസ് സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. സ്കിൻ ഡിസീസുകളും അലർജികളും ഇപ്പോൾ സൗഖ്യമാകുകയാണ്. മൈഗ്രെയിൻ ഹെഡേക്സ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകുന്നു. ഞാൻ ഈ വാക്കുകൾ പറയുന്ന സമയത്ത് തന്നെ 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക, 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. യേശുവിൻ്റെ നാമത്തിൽ മൈഗ്രെയിൻ ഹെഡേക്സ് സൗഖ്യമാകട്ടെ. സൈനസൈറ്റിസ് സൗഖ്യമാകട്ടെ. ആമവാദം എന്ന രോഗത്തെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിക്കുക. എല്ലാ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസും സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. ഡൈജസ്റ്റീവ് സിസ്റ്റം സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. മഞ്ഞപ്പിത്തം മാറിപ്പോകട്ടെ. TB രോഗം മാറിപ്പോകട്ടെ. ഞാൻ ഈ പറയാത്ത ഏതെങ്കിലും രോഗമാണെങ്കിലും കൈകൾ ഉയർത്തിയ ആ സൗഖ്യത്തെ ഇപ്പോൾ സ്വീകരിക്കുക. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഒരു വലിയ സൗഖ്യം ജനങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. അടുത്ത ഒരു 60 സെക്കൻഡുകൾ കൈകളെ ഉയർത്തി യേശുവിന് നന്ദി പറയാം. രോഗസൗഖ്യത്തിനായി നന്ദി, വിടുതലിനായി നന്ദി. അതുപോലെ കർത്താവ് കഴിഞ്ഞ ഡിസംബർ 30-നാണോ ഏതൊരു ഡേ കർത്താവിനോട് സംസാരിച്ചാൽ പറഞ്ഞത് ജനങ്ങളിൽ സാമ്പത്തിക വഴികളെ തുറക്കും എന്ന് കർത്താവ് പറഞ്ഞു. സാമ്പത്തികമായി കടഭാരത്തിലോ ജപ്തിയിലോ പ്രയാസങ്ങളിലോ
ഒക്കെ ആയിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവിൻ നാമത്തിൽ സാമ്പത്തിക വഴികൾ തുറക്കട്ടെ. ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷത്തിൽ വലിയ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ജോലിയിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ശമ്പളത്തിൽ വർധനവുണ്ടാകട്ടെ. പ്രമോഷനുകൾ ഉണ്ടാകട്ടെ. ലഭിക്കേണ്ട ഷെയർ ലഭിക്കട്ടെ. ചിലരുടെ ഡോക്യുമെന്റ്സ് ചില സ്ഥലത്ത് സ്റ്റക്കായിപ്പോയി, കയ്യിൽ നിന്ന് മാറിപ്പോയി, മറ്റു ചിലരുടെ കയ്യിലായിപ്പോയി. അങ്ങനെയുള്ള അവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കൈകൾ ഉയർത്തി എല്ലാവരും യേശുവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഉറക്കെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഉറക്കെ പറയും, യേശുവേ നന്ദി, യേശുവേ നന്ദി. എല്ലാ ഹൃദയങ്ങളിലും സമാധാനം ഉണ്ടാകട്ടെ, ഐശ്വര്യമുണ്ടാകട്ടെ. യേശു 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 യേശുവേ, ഓ അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. 10,000ങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ രാജാവേ. 10,000ങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ രാജാവേ. അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം, എന്റെ യേശുവിന് തുല്യനായ യേശു മാത്രം. ഒക്കെ വന്നെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ ദൂരെ പോകുവാനുള്ളവർക്ക് ആദ്യമായി വരാനുള്ള ക്രമീകരണങ്ങൾ ഒരുപക്ഷെ ബ്രൂസ് ബ്രദർ ആരെങ്കിലും കാര്യങ്ങൾ പറയും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി. പറഞ്ഞോളൂ, എങ്ങനെയാണ് അറേഞ്ച്മെൻറ്റ്സ് എന്നുള്ളത്? തീർച്ചയായിട്ടും ദേവദാസൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ ആ ഒരു ഭാഗത്തു നിന്നാണ് ഞങ്ങൾ വിളിക്കുന്നതിനനുസരിച്ച് വരേണ്ടതെന്ന് ഓർപ്പിക്കുന്നു. എന്നാൽ അതിനു മുൻപായി ഒരു പ്രാവശ്യം കൂടി കർത്താവിനെ ഒന്ന് ആരാധിക്കണ്ടേ, ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? ലെറ്റ് സെലിബ്രേറ്റ് ജീസസ്. അതുകൊണ്ട് അതിനു മുമ്പായി നമ്മുടെ എല്ലാ ബ്രാഞ്ച് ചർച്ച് ഇൻചാർജ്മാരൊന്ന് കരങ്ങൾ ഉയർത്തിയേ. സലിമോൻ ബ്രദർ അവിടെയൊക്കെ ഞാൻ കണ്ടായിരുന്നു, സാം ബ്രദർ, എല്ലാവരും നിങ്ങൾ 6 പേരും വേഗത്തിലൊന്ന് സ്റ്റേജിലേക്ക് വരാമോ? വൈഫ്സ് കൂടെ ഉണ്ടെങ്കിൽ അവർ മാത്രം ഒന്ന് വേഗത്തിലേക്ക് വരാമോ? ഭാര്യമാരും വേഗത്തിൽ വരിക. മുമ്പിലിരിക്കുന്നവർ ആദ്യം വരിക. വാ, ഇതിൽ ഓടിവാ, ഇതിൽ ഓടിവാ. നമ്മൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കും. ആമേൻ. സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ തന്നെ നമ്മുടെ സുമിത് എല്ലാവരും വരിക, വേഗത്തിൽ വരിക. താങ്ക് യു ജീസസ്, താങ്ക് യു ഫാദർ. റെഡിയാണോ? കർത്താവിനെ ആരാധിക്കാൻ റെഡിയാണോ? ഒരു ഹല്ലേലൂയ, ആമേൻ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആമേൻ. ഹോശന്ന ഞായറാഴ്ച യെരുശലേം പട്ടണം ഇളകിയെങ്കിൽ നമുക്ക് ഒരുമിച്ച് ആമേൻ ദ ലോർഡ് ഓഫ് ലോർഡ്സ് ആൻഡ് കിങ് ഓഫ് കിങ്സ് കർത്താവായ യേശുവിനെ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാം. നമ്മുടെ ബ്ലെസ്സിംഗ് സെന്ററിന്റെ മെയിൻ ശുശ്രൂഷകർ അവരല്ലേ വരുന്നത്? അതെ. എല്ലാവരും എത്തിയിട്ടില്ല. 1-2 സലിമോൻ ബ്രദർ വരാനുണ്ട്, സാം ജോൺ ബ്രദർ. അവരെല്ലാം ദയവായി സ്റ്റേജിലേക്ക് വരിക. അവരെ ഒന്ന് പരിചയപ്പെടുത്താൻ, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനും വേണ്ടി കൂടിയാണ്. പ്ലീസ് കം. വേറെ ആരെങ്കിലും വരാനുണ്ട്? ബ്രൂസ് ബ്രദർ, റാണി സിസ്റ്റർ ഉണ്ടോ? ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വരിക. ഇവരാണ് നമ്മുടെ പല സഭകളിലെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശുശ്രൂഷകരെ. അവരെ കൂടെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഇന്നലെ മിനിഞ്ഞാന്നും ദിവസത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ദൈവിക ദൂത് ഇതാണ്: ഇവരെല്ലാം കർത്താവ് വളരെ ശക്തമായി ഈ വർഷം കൈകളിലെടുത്ത് ഉപയോഗിക്കും. 1000ങ്ങളെ നടത്താൻ ആവശ്യമായ കൃപയും പരിജ്ഞാനവും അഭിഷേകവും കർത്താവ് അവർക്ക് കൊടുക്കും. നമ്മൾ സ്ഥാനാർത്ഥികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? കൈ രണ്ടും നീട്ടി ഇവരെ അനുഗ്രഹിക്കാം. കർത്താവേ, ഇവർ മറ്റേവരേക്കാളും അവരുടെ ജീവനും ജീവിതവും കർത്താവിന് തന്നവരാണ്. ഞങ്ങൾ കർത്താവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വന്തം വേദനകളോ ഭാരങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ മാറ്റിവെച്ച് ജനങ്ങളുടെ കണ്ണുനീരൊപ്പാൻ അവരെ മേയിക്കാൻ, എൻ്റെ ആടുകളെ മേയിക്കുക എന്ന് പറഞ്ഞതുപോലെ അനുസരിച്ച് ഇറങ്ങിത്തിരിച്ച് ഇവരെ ഞങ്ങളേവരും ചേർന്ന് അനുഗ്രഹിക്കുന്നു. അടുത്ത 30 സെക്കൻഡ് ജനങ്ങൾ ദയവായി കൈനീട്ടി നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ, കൊച്ചു കൊച്ചു വാക്കുകളിൽ അവരൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കാം. അവരെ ബ്ലസ് ചെയ്യുക. കൂടുതൽ അഭിഷേകമുണ്ടാകട്ടെ, അനുഗ്രഹമുണ്ടാകട്ടെ, വചനപരിജ്ഞാനമുണ്ടാകട്ടെ, കൃപയുണ്ടാകട്ടെ, കൃപാവരങ്ങളുണ്ടാകട്ടെ,
ആത്മാക്കളെ നേടുവാൻ, സ്നാനപ്പെടുത്തുവാൻ, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ ഇവരെ കർത്താവ് നീ സഹായിക്കുന്നതിനായി നന്ദി പറയുന്നു. അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. കർത്താവ് ഇവരിലൂടെ ഒരു വലിയ വർധനമുണ്ടാകട്ടെ. പുതിയ പുതിയ സഭകൾ സ്ഥാപിക്കപ്പെടട്ടെ. ഈ റീജിയനുകൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വലിയ വർധനമുണ്ടാകട്ടെ. ഡിസംബർ 31 മുമ്പ് 1000 ഇവരിലൂടെ വിടുവിക്കപ്പെടട്ടെ, സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ, ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവർ കർത്താവിനാൽ മാനിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കരങ്ങളടിച്ച് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കും. പരിശുദ്ധൻ നീ എന്നും സർവശക്തനെ, നീ എന്നും യോഗ്യനായോനെ യേശുവേ. നീ എന്നും പരിശുദ്ധൻ, നീ എന്നും സർവശക്തനെ, നീ എന്നും യോഗ്യനായോനെ യേശുവേ. കരങ്ങൾ ഉയർത്തി 3 തവണ ഹല്ലേലൂയ പറഞ്ഞ് നമ്മുടെ മീറ്റിംഗ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. റെഡിയാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എല്ലാ മാനവും എല്ലാ മഹത്വവും യേശുവിന്.